ശ്രീനാരായണ പരമഗുരവേ നമഃ. ജയനാരായണ ഗുരുപ്രിയേ ശിവഗിരീശ്വരി ശാരദേ ചതുരാസ്യാക്ഷി ശരത്ചന്ദ്രമരീചികേ. അഖണ്ഡ സച്ചിദാനന്ദ സ്വരൂപമായി വിരാജിച്ചരുളുന്ന ശ്രീനാരായണ പരമഹംസദേവൻ്റെ പാതാരവിന്ദങ്ങളിൽ പ്രണാമം. ആ ഗുരുവിലേക്കുള്ള വഴിയും വഴികാട്ടിയുമായ ആചാര്യപാദങ്ങളെ പ്രണമിച്ചുകൊണ്ട് ശ്രീനാരായണ ഗുരുദേവ ക്ഷേത്രം SNDP യോഗം ശാഖാ നമ്പർ 5531 ഈസ്റ്റ് ഓതറ തിരുവല്ല യൂണിയൻ്റെ കീഴിലുള്ള ക്ഷേത്രമാണ്. ഇവിടുത്തെ പ്രതിഷ്ഠ വാർഷിക മഹോത്സവത്തോടനുബന്ധിച്ചുള്ള വേദിയിൽ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ ആത്മമിത്രങ്ങൾക്കും നമസ്കാരം. ഉത്സവം എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കെല്ലാം വളരെയധികം സന്തോഷം ഉള്ള സമയമാണ്. എല്ലാവരുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ആനന്ദത്തെ പുറത്തേക്ക് നമ്മൾ കൂടുതലായിട്ട് പ്രകടിപ്പിക്കുന്ന അവസരങ്ങളാണ് ഉത്സവ വേദികളെന്ന് പറയുന്നത്. ഇപ്പോൾ ശ്രീനാരായണ ഗുരുസ്വാമി തൃപ്പാദങ്ങളെ അറിയേണ്ടതുപോലെ അറിയുവാനും ഗുരുവിൻ്റെ ദർശനത്തെ ഗുരു എന്താണോ നമ്മളോട് പറഞ്ഞു തന്നത്, അല്ലെ എങ്ങനെയായിരിക്കണം ഗുരുവിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ജീവിതം എന്നൊക്കെ അറിയുന്നതിൻ്റെ ഭാഗമായിട്ട് ഇതുപോലുള്ള വേദികളിൽ ഗുരു ധർമ്മ പ്രഭാഷണങ്ങൾ, ഗുരുവിൻ്റെ കൃതികൾ ഒക്കെ എടുത്ത് സംസാരിക്കുമ്പോൾ നാരായണ ഗുരുദേവനെ നമ്മൾ എങ്ങനെയാണ് അറിയേണ്ടത്? ഇപ്പം ഇവിടെ തന്നിരിക്കുന്നത് ജ്ഞാനസ്വരൂപനായ പരംപൊരുൾ എന്നാണ്. ജ്ഞാനം തന്നെ സ്വരൂപമായി, അറിവ് തന്നെ സ്വരൂപമായി തീർന്ന ഒരു മഹാഋഷിയെക്കുറിച്ച് പഠിക്കുമ്പോൾ, അറിയുമ്പോൾ ഗുരുവിനെ അറിയാൻ നമ്മുടെ മുന്നിൽ പല വഴികളുണ്ട്. അതിൽ പ്രധാനമായിട്ടും ഗുരുവിൻ്റെ ഓട്ടോബയോഗ്രഫി എന്ന് പറയുന്ന ഗുരുദേവ കൃതികൾ പഠിക്കുക, ശ്രീനാരായണ ധർമ്മം എന്ന് പറയുന്ന പുസ്തകത്തെക്കുറിച്ച് ആധികാരികമായിട്ട് പഠിക്കുക, ഗുരുവിനെക്കുറിച്ച് ഗുരു സശരീരനായിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ഗുരുവിൻ്റെ ശിഷ്യസത്തമന്മാർ എഴുതി വച്ചിരിക്കുന്ന അല്ലെ നമുക്ക് പറഞ്ഞു തന്ന ഗുരുദേവ ചരിത്രത്തെക്കുറിച്ച് പഠിക്കുക. ഇങ്ങനെ കുറേ മാർഗങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഗുരു പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രങ്ങളിലൂടെ ഒരു തീർത്ഥയാത്ര പോവുക, ഇങ്ങനെയുള്ള പല മാർഗങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ ഗുരുവിൻ്റെ യഥാർത്ഥ സ്വരൂപം എന്താണെന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ നേരത്തെയൊക്കെ വേദികളിൽ പറയുന്നത് പോലെ തന്നെ ഒരു സാമൂഹിക പരിഷ്കർത്താവ് എന്നുള്ള ആ ഒരു ഉടുപ്പ് മാത്രം ഇട്ടുകൊണ്ട് ഗുരുവിനെ കാണുന്ന രീതിയിൽ നിന്ന് മാറി നാരായണ ഗുരുദേവൻ ആരല്ല എന്നുള്ള ഒരു തലത്തിലേക്ക് നമ്മളെല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ട്. ശ്രീനാരായണ ഗുരുദേവൻ നമുക്ക് ആരാണെന്ന് ചോദിച്ചാൽ പറഞ്ഞാൽ ആരല്ല എന്ന് പറയേണ്ടി വരും. കാരണം ഗർഭാധാനം മുതൽ അന്ത്യേഷ്ടി വരെയുള്ള നമ്മുടെ ജീവിതഘട്ടങ്ങളെ എങ്ങനെ വേണമെന്നൊരു മഹാഗുരു ഇവിടെ പറഞ്ഞു തന്നു. ഇനി ഗുരു ആരാണ് എന്ന് വെളിപ്പെടുത്തി തരുന്ന ഗുരുവിൻ്റെ കൃതികളിൽ ഗുരു പറയും, പങ്കാരും പറ്റുവാനില്ല ഇരവ് പകലിരുന്നീച്ചയും തേനുറിഞ്ചും ശങ്കാരം പോലുമില്ലിങ്ങിതിനെ ഇനിമയോടെ ആസ്വദിച്ചിടുവാൻ വാ. ഗുരു അനുഭവിച്ച ആത്മാനന്ദ രസത്തെ അനുഭവിക്കാൻ ഗുരു നമ്മളെ ഇവിടെ മാടി മാടി വിളിക്കുകയാണ്. അപ്പോൾ നമുക്കെന്നിട്ട് അതൊന്നും വേണ്ട. ഗുരുവിൻ്റെ ആത്മാനന്ദ നിർവൃതിയുടെ ആ അനുഭൂതിയിൽ നിന്നുകൊണ്ട് ഗുരുവിൻ്റെ കൃതികളെ പഠിക്കുമ്പോഴാണ് ആ ആത്മസാക്ഷാത്കാരം നേടിയ ഗുരുവിൻ്റെ അനുഭവം എങ്ങനെയാണെന്ന് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഒരു കോടി ദിവാകരൊത്തുയരുംപടി പാറുട് നീരനലാദികളും കെടുമാറ് കിളർന്നു വരുന്നൊരു നിൻ വടിവെന്നുമിരുന്ന് വിളങ്ങിടണം. ഒരു കോടി ദിവാകരന്മാര് ഒന്നിച്ചുദിച്ചുയർന്നാൽ എങ്ങനെയാവുമോ അതുപോലെ ആയിരുന്നു ആത്മസാക്ഷാത്കാര വേദി
ആ ഒരു അനുഭൂതി ഉണ്ടായപ്പോഴെന്നാണ്. നമ്മൾക്കറിയാം, വാരണപ്പള്ളിയിലെ പഠനമൊക്കെ കഴിഞ്ഞ് നാരായണ ഗുരുദേവൻ മരുത്വാമലയിലേക്ക് കയറിപ്പോകുമ്പോൾ, അങ്ങോട്ട് കയറിപ്പോയത് നാണുവാണെങ്കിൽ ഇങ്ങോട്ട് ഇറങ്ങി വന്നത് നാരായണ ഗുരുവാണ്. അപ്പോൾ മരുത്വാമലയിലെ ആ തപസ്സിൻ്റെ സമയത്ത് ലോകോപകാരാർത്ഥം ഒരു ദിവസം കൊണ്ട് എഴുതി തീർത്തതാണെന്ന് പറയും ശിവശതകം എന്ന് പറയുന്ന കൃതി. അപ്പോൾ ആ ശിവശതകം കൃതിയിൽ പറയും, മലയതിലുണ്ട് മരുന്ന് 3 പാമ്പും പുലിയും അതിനിരുപാടുമുണ്ടു കാവൽ, പുലയനെടുത്തു ഭുജിച്ച് പാതി ഇന്നും വിലസതി നീയുമെടുത്തു കൊള്ളുക നെഞ്ചേ. നമുക്ക് രണ്ടർത്ഥത്തിൽ അത് പറയാം. മലയതിലുണ്ട് മരുന്ന് 3, പാമ്പും പുലിയും അതിനിരുപാടുമുണ്ട് കാവൽ എന്ന് പറയാം. അല്ലെങ്കിൽ 3 പുലിയും പാമ്പും ഉണ്ട് എന്നുള്ള പല തരത്തിലുള്ള അർത്ഥങ്ങൾ പറയുമ്പോൾ സച്ചിദാനന്ദമാകുന്ന, അല്ലെ സത്ത് ചിത്ത് ആനന്ദമാകുന്ന നമ്മുടെ ഉള്ളിൽ തന്നെ ഇരിക്കുന്ന ആനന്ദത്തെ അനുഭവിക്കാനായിട്ട് തടസ്സമായി നിൽക്കുന്ന പാമ്പും പുലിയും, കാമവും ക്രോധവും ആകുന്ന പാമ്പും പുലിയും ആ മരുന്നിനെ എടുത്ത് ഭുജിക്കാൻ നമുക്ക് അനുവദിക്കാതെ ഇങ്ങനെ തടസ്സമായിട്ട് നിൽക്കുക. അപ്പൊ എൻ്റെയും നിങ്ങളുടെ ഉള്ളിൽ എത്രയൊക്കെ പറഞ്ഞാലും മായാ മറ മൂടിയിരിക്കുന്നിടത്തോളം കാലം ഭഗവാന്റെ യഥാർത്ഥ സ്വരൂപത്തെ കാണാനോ അനുഭവിക്കാനോ, ഇപ്പൊ അനുഭവം ഉണ്ടായ ഒരു ഗുരുവിൻ്റെ വാക്കുകളാണ് അത്. നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും നമുക്കത് പറയാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. ഗുരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നിന്നുകൊണ്ട് പറയുന്നു. വാരണപ്പള്ളി തറവാട്ടിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ഭഗവാന്റെ ദർശനം ഉണ്ടായപ്പോൾ പറഞ്ഞു, മായാമൂടുപടം തുറന്ന് മണിരംഗത്തിൽ പ്രകാശിക്കുമക്കായാവിൻ മലർമേനി കൗസ്തുഭമണിഗ്രീവന്റെ ദിവ്യോത്സവം. മായയുടെ മൂടുപടം മാറിയപ്പോൾ ഉള്ളിൽ തെളിയുന്ന ഭഗവത് ചൈതന്യത്തെ ഇതാ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് കുമ്മംപിള്ളി രാമൻപിള്ള ആശാനോട് വിവരിക്കുന്നതായിട്ടൊക്കെ നമുക്കറിയാം. അപ്പം മായയുടെ മൂടുപടം അന്നേ ഗുരുവിൽ നിന്ന്, ഗുരുവിൻ്റെ ജനനം മുതൽ തന്നെ ഇങ്ങോട്ട് പഠിച്ചു വരുമ്പോഴറിയാം എത്രയെല്ലാം അത്ഭുതങ്ങളാണ് ഗുരുവിൻ്റെ ജീവിതത്തിൽ ഇപ്പം ഉണ്ടായി വന്നപ്പോൾ തന്നെ, അല്ലെ പ്രസവിച്ച സമയത്ത് തന്നെ കരയാത്ത കുഞ്ഞാണ് എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പം എന്തുകൊണ്ട് കരയാത്ത കുഞ്ഞായി ഈ ഭൂമിയിലേക്ക് വന്നു എന്ന് ചോദിച്ചാൽ, താൻ ആരെന്നുള്ള ഉത്തമ ബോധ്യത്തോടു കൂടി വന്ന ഒരു ജീവന് പിന്നെ ഇവിടെ കരയേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഗുരുവിന്റെ ജീവിത ലക്ഷ്യം എന്തായിരുന്നു എന്ന് സുബ്രഹ്മണ്യ കീർത്തനത്തിൽ പറയും, കഷ്ടം ദീനം പിടിച്ചോ മതിരയത് കുടിച്ചോ കിടക്കുന്ന ലോകർക്ക് ഉത്തിഷ്ടോത്തിഷ്ട ശീഘ്രം നദിയിൽ മുഴുകുവാൻ കാലമായി. എന്ന് വെച്ചാല് നമ്മളെ പോലെ വരുന്ന സാധാരണ ജനങ്ങള് കഷ്ടം ദീനം പിടിച്ചും മതിരയത് കുടിച്ചും ഇവിടെ കിടക്കുകയാണ്. അവരെ ഒന്ന് ഉയർത്തിക്കൊണ്ട് വരിക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം നമ്മളുടെ പൂജാവിധാനങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ അറിയാം, നമുക്ക് സാത്വികമായിട്ടുള്ളൊരു മൂർത്തിയോ ആരാധനയോ ഒന്നും ഇല്ലാതിരുന്ന ഒരു ജനതയെ അവിടുന്ന് കൈപിടിച്ച് കൊണ്ടുവന്ന് അരുവിപ്പുറത്തെ ശങ്കരൻകുഴിയുടെ അഗാധതയിൽ നിന്ന് ശിവലിംഗ സമാനമായിട്ടുള്ള ഒരു ശില എടുത്തുകൊണ്ടുവന്ന് മറ്റൊരു ശിലയോട് ചേർത്ത് വെച്ചിട്ട് ആദ്യമായി നമുക്കൊരു ശിവനെ തന്നു, അല്ലേ? അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് എന്താന്ന് ചോദിച്ചാല് എന്നായിരുന്നു 1888 ശിവപ്രതിഷ്ഠയോടുകൂടിയാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറയേണ്ടി വരും. കാരണം അതുവരെ നമുക്ക് ഈ നല്ല മൂർത്തികളൊന്നും ആയിരുന്നില്ല ഉണ്ടായിരുന്നത്. ചാത്തനും ചാമുണ്ടിയും പേയും പിശാചും ഒക്കെ അടങ്ങുന്ന ദുർമൂർത്തികളെ ആരാധിച്ചിരുന്ന നമ്മുടെ മുന്നിലേക്ക് ഒരു സത്മൂർത്തിയെ തന്നിട്ട് നമ്മളോട് പറഞ്ഞു, ഇതാണ് കേട്ടോ, ആരാണ്? ശിവൻ, അല്ലെ? ശിവൻ വന്നാൽ എന്തായി? എല്ലാം മംഗളകരമായി എന്നാണ്. അപ്പൊ ഗുരുവിൻ്റെ ശിവലിംഗ പ്രതിഷ്ഠയോട് അനുബന്ധിച്ച് പിന്നീട് ഇങ്ങോട്ട് വന്നിട്ട് നമുക്കറിയാം കൂടുതലും പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നത് ശിവനെയും ശിവകുടുംബത്തെയുമാണ്. അപ്പൊ ശിവൻ വന്നാൽ എന്തായി? മംഗളസ്വരൂപിയായി അവനവൻ്റെ ഉള്ളിലിരിക്കുന്ന ആത്മാവിനെ തന്നെ ഇവിടെ ഒരു പ്രതിഷ്ഠയിലൂടെ
ഇതാണ് ശിവൻ. നിന്റെ ഉള്ളിലിരിക്കുന്ന അജ്ഞതയെ, അറിവില്ലായ്മയെ മാറണമെങ്കിൽ, ഉള്ളിലിരിക്കുന്ന മനോമാലിന്യങ്ങളെ മാറ്റണമെന്നുണ്ടെങ്കിൽ നല്ല ഒരു മൂർത്തിയെ ഭജിക്കുക, നല്ല കീർത്തനങ്ങൾ ചൊല്ലുക. അപ്പൊ പറഞ്ഞു ശിവ, ശങ്കര, ശർവ, ശരണ്യ, വിഭോ, ഇങ്ങനെയൊക്കെ വിളിക്കാൻ നമ്മളെ പഠിപ്പിച്ചത് ആരാണ്? നാരായണ ഗുരുദേവനാണ് അല്ലെ. ഗുരു പറഞ്ഞു പൊരുളെന്നും ഉടമ്പൊടു മക്കളുയർത്തിരളെന്നും ഇതൊക്കെ അനർത്ഥകരമാണ്, കരളീന്ന് കള എന്ന് വെച്ചാല് എല്ലാവരും ഉണ്ടെങ്കിലും നമുക്കെന്നും കൂട്ടായിട്ടിരിക്കുന്നത് ഭഗവാന്റെ ഒരു തലോടൽ മാത്രമാണെന്ന് നമ്മളെ പഠിപ്പിച്ച മഹാഗുരു വാരണപ്പള്ളിയിൽ നിന്ന് ആ പഠനത്തിന് ശേഷം മരുത്വാമലയിലേക്ക് പോയി. അവിടുന്ന് പറഞ്ഞല്ലോ, താഴേക്ക് ഇറങ്ങി വന്നതിൻ്റെ കാരണം തന്നെ എന്നെയും നിങ്ങളെ ഉയർത്തിക്കൊണ്ടുവരണം. കഷ്ടം ദീനം പിടിച്ചു കിടക്കുന്ന ആൾക്കാരെ അവിടുന്ന് ഉയർത്തിക്കൊണ്ടുവരണമെങ്കിൽ പല പല മാർഗങ്ങളിലൂടെ മാത്രമേ പറ്റുള്ളൂ. അതിന് ആദ്യമായിട്ട് ഒരു ക്ഷേത്രം എന്ന് പറഞ്ഞാൽ തന്നെ ക്ഷതാത് അല്ല ക്ഷയാത് ത്രായതേ, ക്ഷതത്തിൽ നിന്ന് ത്രാണനം ചെയ്യണമെങ്കിൽ എന്ന് വെച്ചാൽ മാനസികമായിട്ടും ശാരീരികമായിട്ടും നമുക്കൊരു സങ്കടം വന്നാൽ നമ്മൾ തീർച്ചയായിട്ടും പോകുന്നത് എവിടെയാണ്? കാര്യങ്ങളൊക്കെ ആരോടാ പറയുന്നേ? ഭഗവാനോട് പറയും അല്ലേ. അപ്പൊ ഭഗവാനോട് പറഞ്ഞിട്ട് മാത്രമേ കാര്യമുള്ളൂ, വേറെ ആരോടും പറഞ്ഞിട്ട് ഒരു വിശേഷവും ഇല്ല. അങ്ങനെ ആരാധിക്കാൻ നമുക്കൊരു മൂർത്തിയെ തന്നു. അവിടെ നിന്നില്ല, ആ മൂർത്തിയെ എങ്ങനെ വിളിക്കണമെന്ന് പഠിപ്പിച്ചു തന്നു അല്ലേ. ആ മൂർത്തിയെ എങ്ങനെ, ചൊക്കൻ കാണി എന്ന പേരുള്ള അരുവിപ്പുറമാണ്, ചൊക്കൻ കാണി എന്ന പേരുള്ള പ്രദേശമാണ് പിന്നീട് ഏത് പേരിൽ അറിയപ്പെട്ടത്? അരുവിപ്പുറമായിട്ട് മാറിയത്. കൈതക്കോണമാണ് പിന്നീട് ശിവഗിരിയായി, ശിവന്റെ ഗിരിയായി, നന്മയുടെ ഗിരിയായി, മംഗളത്തിന്റെ ഗിരിയായി. ആ മംഗളത്തിന്റെ ഗിരിയില് ഒരു ജ്ഞാനപ്രദായിനിയായ അമ്മയെയും നമുക്ക് തന്നു. എന്നിട്ട് ധർമാർത്ഥ കാമ മോക്ഷത്തിലൂടെ കടന്നു പോകേണ്ടതിൻ്റെ ആവശ്യകത പഠിപ്പിച്ചുകൊണ്ടൊരു ശാരദാ പ്രതിഷ്ഠ അവിടെ തന്നുകൊണ്ട് ഭഗവാൻ നമ്മളെ പതുക്കെ പതുക്കെ ഉയർത്തുന്നതിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞല്ലോ, ഗുരുവിൻ്റെ ഓട്ടോബയോഗ്രഫി എന്ന് പറയുന്ന ഗുരുദേവ കൃതികൾ പഠിക്കുമ്പോൾ നാരായണ ഗുരുദേവന്റെ ദർശനം എന്താണെന്നും ഗുരു എന്താണ് നമ്മളോട് പറഞ്ഞു തന്നത്. ഇപ്പൊ ആത്മോപദേശ ശതകം പോലുള്ള ഗുരുവിന്റെ കൃതികൾ നമ്മൾ അധികം ആരും ചൊല്ലാൻ എടുക്കാത്ത ഒരു കൃതിയാണ് അല്ലേ. ആത്മോപദേശ ശതകമൊക്കെ ചൊല്ലാൻ പറഞ്ഞാൽ നമ്മൾ ചൊല്ലുവോ? സാധാരണ ഗുരുദേവ കൃതികൾ പറയുമ്പോൾ എപ്പോഴും ചൊല്ലുന്ന കുറേ പ്രാർത്ഥനകളൊക്കെ ചൊല്ലാറുണ്ട്. അപ്പൊ ആത്മോപദേശ ശതകത്തിൽ ആദ്യമേ തന്നെ പറയുന്നത്, ആദ്യത്തെ കുറേ ശ്ലോകങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു സാധകൻ എങ്ങനെയാണ് ഈശ്വരനിലേക്ക് അടുക്കേണ്ടത്, അതിന് ഏറ്റവും തടസ്സമായിട്ട് നിൽക്കുന്നത് എന്താണ് എന്ന് വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. കരുവിന് കണ്ണുകൾ 5 ഉള്ളടക്കാൻ പറഞ്ഞാൽ ഈ കരുവിനെ അറിയാൻ, അവനവൻ്റെ ഉള്ളിലുള്ള ആത്മസത്തെ അറിയാൻ പുറത്തേക്ക് പായുന്ന ഇന്ദ്രിയങ്ങളെയൊക്കെ ഒന്ന് അടക്കിയിട്ട് ആ നോട്ടം എങ്ങോട്ട് നോക്കണം? അകത്തേക്ക് കുറച്ച് സമയം. പറയുമല്ലോ, കഠോപനിഷത്ത് വ്യക്തമായിട്ട് പറയും, ഈ ഇന്ദ്രിയങ്ങളെന്ന് പറയുന്നത് നമുക്ക് തന്ന നല്ല ഒരു ഈശ്വരൻ തന്നെ ഏറ്റവും നല്ല വരദാനമാണ് ഇന്ദ്രിയങ്ങൾ. കാരണം ഇന്ദ്രിയങ്ങളിലൂടെയാണ് നമ്മൾ ലോകത്തെ അറിയുന്നത്. കണ്ണും മൂക്കും നാക്കും ത്വക്കും ചെവിയും ഒക്കെ അടങ്ങുന്ന പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ഈ ലോകത്തിനെ അറിയാൻ സഹായിക്കുന്നത് ഇന്ദ്രിയങ്ങളാണെങ്കിൽ ഒരു ദോഷവും കൂടി അവിടെയുണ്ട്. ഇന്ദ്രിയങ്ങളെയൊക്കെ സൃഷ്ടിച്ചപ്പോൾ ബ്രഹ്മാവ് ഇത് പുറത്തേക്കാണ് വെച്ചതെന്നാണ്. കാരണം ഇന്ദ്രിയങ്ങളെല്ലാം എങ്ങോട്ടാണ്? പുറത്തേക്കാണ്. അപ്പൊ അവിടെ പറയും പരാഞ്ചിഖാനി വിതരണത് സ്വയംഭൂ പരാങ് പശ്യന്തിന അന്തരാത്മൻ. പുറത്തേക്ക് ഇന്ദ്രിയങ്ങളെ വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ അവനവൻ്റെ ഉള്ളിലുള്ള ആത്മാവിലേക്ക് നോക്കാൻ ആരും ശ്രദ്ധിക്കാറില്ല. അപ്പൊ നമ്മുടെയൊക്കെ നോട്ടം എങ്ങോട്ടായി? പുറത്തേക്കായി. പുറത്തേക്ക് നോക്കുന്നിടത്തോളം കാലം ദുഃഖം മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. പക്ഷെ അകത്തേക്ക് നോക്കാൻ പഠിപ്പിച്ച ഋഷിയായിരുന്നു നാരായണ ഗുരുദേവൻ. അതിനാണ് ഗുരു പറഞ്ഞത്, കരുവിന് കണ്ണുകൾ 5 ഉള്ളടക്കി തെരുതെര വീണ് വണങ്ങി ഓതാൻ നമ്മളോട് പറഞ്ഞല്ലേ. തെരുതെര വീണ് വണങ്ങി ഓതണം കേട്ടോ. ഈ കരുവിനെ, ഈ ആത്മാവിനെ അറിയാനായിട്ട് കുറച്ച് സമയം എങ്ങോട്ട് നോക്കണം? അകത്തേക്ക് നോക്കണം. അപ്പൊ കുറച്ച് സമയം ഈശ്വരനിലേക്ക് നമ്മുടെ മനസ്സിനെ വെക്കാനാണ് ഇതുപോലുള്ള
സത്സംഗവേദിയിൽ വന്നിരിക്കാൻ പറയും അല്ലേ? അങ്ങനെ സത്സംഗവേദിയിൽ വന്നിരിക്കാൻ പറഞ്ഞാൽ ശ്രദ്ധിച്ചാൽ മതി. സാധാരണഗതിയിൽ പ്രഭാഷണ വേദിയിലൊക്കെ വരുന്നവരുടെ ഒരു പ്രായമൊക്കെ ശ്രദ്ധിച്ചാൽ അറിയാം. കുട്ടികളൊക്കെ ആ ഭാഗത്തോട്ട് പോലും വരാറുണ്ടാവില്ല. പിന്നെ നമുക്കൊക്കെ ആണെങ്കിലും വരണമെന്ന് തോന്നിയത് വളരെ താമസിച്ചാണ് ഇല്ലേ? ഇപ്പൊ നമ്മുടെ സമൂഹത്തിലേക്ക് നോക്കിയാൽ MDMA പോലെയുള്ള രാസലഹരി പോലെയുള്ള വസ്തുക്കളുടെ ഉപയോഗം കൊണ്ട് സമൂഹത്തിൽ ആകപ്പാടെ പ്രശ്നമാണെന്നൊക്കെ നമ്മൾ വിളിച്ചു കൂവുന്നുണ്ട്. പക്ഷേ വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക എന്നുള്ള ഗുരുവിൻ്റെ സന്ദേശത്തെ നമ്മൾ എല്ലാ വേദിയിലും പറയാറുമുണ്ട്. പക്ഷെ ഇന്നത്തെ സമൂഹത്തിലെ അല്ലെങ്കിൽ ഇന്നത്തെ വിദ്യ കൊണ്ട് ഒരിക്കലും ഒരു പ്രബുദ്ധത നമ്മുടെ കുട്ടികൾ കൈവരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും അല്ലേ? അങ്ങനെ പ്രബുദ്ധത കൈവരിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും സഹപാഠിയോട് ഇങ്ങനെ ക്രൂരത കാണിക്കാൻ ഒരാൾക്കും സാധിക്കില്ല. അവിടെയാണ് നാരായണ ഗുരുവിൻ്റെ അനുകമ്പ ദശകം പോലുള്ള കൃതികളിൽ പറയുന്നത്, ഒരു പീഠ എറുമ്പിനു പോലും വരുത്തരുതെന്നുള്ള അനുകമ്പ. അവിടെ പറയൂ, അരുളുള്ളവനാണ് ജീവി എന്ന് ഉരുവിട്ടിടുക ഈ നവാക്ഷരേ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു കുട്ടിയിലേക്ക് പകർന്നു കൊടുക്കണമെങ്കിൽ, അല്ലെ ഗുരുവിനെ അറിയണമെങ്കിൽ, ഗുരുവിൻ്റെ ദർശനത്തെ പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ 60-ാം വയസ്സിൽ ശ്രമിച്ചിട്ട് ഒരു കാര്യവും ഇല്ല. കാരണം എന്ത് പറ്റും? എന്ത് പറ്റുമെന്ന് ചോദിച്ചാൽ ഗർഭപാത്രത്തിൽ കിടക്കുന്ന സമയത്ത് തന്നെ ഈശ്വരൻ നമുക്ക് നല്ലൊരു ആനുകൂല്യം തരും. കാരണം അവിടെ ഒരു സ്ക്രീനിൽ എന്ന പോലെ കാണിച്ചു തരുമെന്ന നമ്മൾ ഏതെല്ലാം ജന്മങ്ങൾ എടുത്തിട്ടുണ്ട് എന്നൊരു ഓർമ്മയൊക്കെ എവിടെ വെച്ചുണ്ടാകും? ഗർഭപാത്രത്തിൽ കിടക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവും. അപ്പോൾ അവിടെ വെച്ച് നമ്മൾ പറയും, ഭഗവാനെ ഇനി ഒരു ജന്മം എനിക്ക് വേണ്ടാന്ന് പറയും. അപ്പം ഇങ്ങോട്ട് വന്നാൽ ഞാൻ നല്ല കുട്ടിയായിട്ട് ഭഗവാനിലേക്ക് ചേരാനുള്ള സകല കർമ്മങ്ങളും ചെയ്തു കൊള്ളാമെന്നൊക്കെ അവിടുന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. പക്ഷേ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് തന്നെ എല്ലാം മറന്നുപോയി അല്ലേ? മറന്നുപോയിട്ട് വീണ്ടും വീണ്ടും ജനിക്കാനുള്ള സകല കാര്യങ്ങളും ചെയ്തു എന്നാ. അപ്പൊ ശിവാപരാധ ക്ഷമാപണ സ്തോത്രം എന്ന് പറഞ്ഞൊരു കൃതിയിൽ പറയും, ആധോ കർമ്മ പ്രസംഗാത് കലയതി കലുഷം മാതൃകുക്ഷൗ സ്ഥിതം മാം വിൺമൂത്രാമേധ്യമധ്യേ കൊതയതി നിതരാം ജാഡരോ ജാതവേദ. ആദിയില് കർമ്മം കൊണ്ട് എനിക്കൊരു ജനനിയുടെ ജഡരത്തിൽ പോയി ശയിക്കേണ്ടി വന്നു. പക്ഷെ പ്രശ്നം എന്താ? അവിടെ കിടന്നപ്പോൾ പലതരത്തിലുള്ള വേദനകൾ അനുഭവിക്കേണ്ടി വന്നു. അവിടെ കിടന്നത് തന്നെ മലത്തിലും മൂത്രത്തിലും ആയതുകൊണ്ട് പലതരത്തിലുള്ള കൃമികീടങ്ങൾ എന്നെ ഉപദ്രവിച്ചു കൊണ്ടിരുന്നു. ആ സമയത്ത് ഞാൻ ആരെ വിളിച്ചില്ല? ഭഗവാനെ വിളിക്കാൻ എനിക്ക് തോന്നിയില്ല എന്നാ. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നു. ബാല്യത്തിലായപ്പോൾ ശ്രദ്ധ മുഴുവൻ മറ്റു കുട്ടികളുടെ കൂടെ കളിക്കാനും മറ്റുള്ള കാര്യങ്ങളിലും ഒക്കെ ആയിപ്പോയി. അപ്പോഴും ആരെ വിളിച്ചില്ല? ഭഗവാനെ വിളിച്ചില്ല. പിന്നെ യൗവനം എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും അഹങ്കാരികളായിട്ടിരിക്കുന്ന സമയത്താണ്. അന്ന് നമുക്ക് ഈശ്വരനെ ഭജിക്കണമെന്നൊന്നും ഒരാഗ്രഹം വന്നില്ല. പിന്നെ വന്നത് എപ്പോഴാണ്? വന്നത് മുഴുവൻ വാർദ്ധക്യമായപ്പോൾ അല്ലെ? വാർദ്ധക്യശ്ചേ ഇന്ദ്രിയാണാം. ആ ഇന്ദ്രിയങ്ങളൊക്കെ ആകപ്പാടെ അതിൻ്റെയൊക്കെ പ്രവർത്തനങ്ങൾ ശോഷിക്കാൻ തുടങ്ങിയപ്പോഴാണ് നമുക്ക് ഈശ്വരനെ അറിയണം, അല്ലെ ഗുരുവിനെ അറിയണം, ഗുരുവിൻ്റെ കൃതികൾ പഠിക്കണം എന്നൊക്കെ ആഗ്രഹത്തോടു കൂടി വന്ന് തുറന്നു നോക്കിയപ്പോൾ ഇതുവെല്ലാം നമ്മുടെ ഉള്ളിൽ ഉറക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയും. പലരും പറയും ആ കൃതികളൊക്കെ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്, ചൊല്ലി നോക്കാറുണ്ട്, ചൊല്ലുമ്പോഴൊക്കെ എല്ലാം അറിയാം, കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ട് മറന്നു പോവാണ്. കാരണം നമ്മുടെ ഇന്ദ്രിയങ്ങളെല്ലാം ശോഷിക്കാൻ തുടങ്ങുന്ന സമയത്താണല്ലോ നമ്മൾ ഇതിലേക്ക് ഒരു ആഗ്രഹത്തോടു കൂടി ഗുരുവിനെ അറിയാൻ, അല്ല ഗുരുവിൻ്റെ കൃതികൾ പഠിക്കാൻ വന്നത് എങ്കിൽ അത് നമ്മുടെ ഉള്ളിൽ ഉറക്കില്ല. അപ്പം നമുക്ക് ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് ഗർഭകാലം മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികളെ പിടിക്കുക എന്നുള്ളതാണ്. കാരണം 6 വയസ്സിനുള്ളിലാണ്, ചിൽഡ്രൻ സൈക്കോളജി അനുസരിച്ച് പറയും, 6 വയസ്സിനുള്ളിലാണ് ഒരു കുട്ടിയുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള വളർച്ചയുടെ ഒരു ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് നടക്കുന്നത് ഈ 6 വയസ്സിനുള്ളിലാണ്. അപ്പം എന്തൊക്കെ കൊടുക്കാൻ സാധിക്കുമോ 6 വയസ്സിനുള്ളിൽ അതൊക്കെ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. എന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ കുട്ടികൾക്ക് പോഷകാഹാരങ്ങളൊക്കെ കൊടുക്കും അല്ലേ? ആ കൂടെ എന്തും കൂടെ കൊടുക്കണം? ഓരോ സ്പൂൺ വീതം ദൈവദശകവും നാരായണമൂർത്തയും ഗുരുദേവ കൃതികളും ഒക്കെ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ വന്നാൽ
നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഗുരുവിനെ അറിയുന്നവരായിട്ട്, ഗുരുവിൻ്റെ ദർശനത്തെ പഠിക്കാനായിട്ട് താല്പര്യമുള്ളവരായിട്ടൊക്കെ വരാൻ ഇടയാകും. അപ്പം പ്രധാനമായിട്ടും നാരായണ ഗുരുദേവനെ അറിയാനുള്ള വേദികളെന്ന് പറയുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഗുരുവിൻ്റെ കൃതികൾ, അല്ലേ? ഗുരുവിൻ്റെ കൃതികൾ പഠിക്കണം. പിന്നെ പറഞ്ഞല്ലോ, ഗുരു പ്രതിഷ്ഠ നടത്തിയ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. ഇന്നും ഗുരുവിൻ്റെ ക്ഷേത്രപ്രതിഷ്ഠകളിൽ എവിടെയൊക്കെ പോയിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ പല വേദികളിലും ചോദിക്കുമ്പം, അല്ലേ, എല്ലാവരും പറയും ശിവഗിരി പോയിട്ടുണ്ട്, അരുവിപ്പുറം പോയിട്ടുണ്ട്, ചെമ്പഴന്തി പോയിട്ടുണ്ട്, അല്ലെ മരുത്വാമലയ്ക്ക് പോണ വഴിക്ക് തന്നെ കുന്നുംപാറ എന്ന് പറയുന്നൊരു ക്ഷേത്രമുണ്ട്. അവിടെ പോയിട്ടുള്ളവർ വളരെ വിരളമായിരിക്കും. നാരായണ ഗുരുദേവൻ്റെ ആ ദേവതാ സങ്കല്പത്തിൽ ഗുരുവിൻ്റെ അടുക്കൽ ഇത്രയും ഏറ്റവും ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ഒരു ദേവത ആരാന്ന് ചോദിച്ചാൽ മുരുകൻ തന്നെയാണ്. അപ്പം മുരുകനുമായിട്ടുള്ള ആ കൃതികളൊക്കെ, ഗുരുവിൻ്റെ കൃതികൾ പഠിക്കുമ്പോൾ അവിടെ ശാന്തവും ദാസ്യവും സഖ്യവും എങ്ങനെയുള്ള ഭക്തിഭാവങ്ങൾ, കാരണം ഭക്തി പല തരത്തിലുണ്ട്. ശാന്തഭാവം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊരു ആവശ്യത്തിനായിട്ട് ഭഗവാനെ നമ്മൾ വിളിക്കാറില്ല. ഇപ്പം നിങ്ങൾ ഗുരുദേവ ക്ഷേത്രത്തിൽ വരുന്നു, അല്ലേ? എന്തിനാ വരുന്നത്? ഗുരുവിനെ കാണുക എന്നുള്ള ഉദ്ദേശം മാത്രമാണോ? അല്ല, നമ്മുടെ പല പല ആവശ്യങ്ങളും ഉണ്ടായിരിക്കും. അതൊക്കെ ആരോട് പറയണം? ഭഗവാനോട് പറയണം. ഭഗവാൻ അത് യഥാസമയത്ത് നടത്തിത്തരണം, അല്ലേ? ഇപ്പോൾ പറയാറുണ്ട്, ആലുവ അദ്വൈതാശ്രമത്തിൻ്റെ അടുത്തുള്ളൊരു ശിവക്ഷേത്രത്തിൽ, ആ ശിവക്ഷേത്രത്തോടനുബന്ധിച്ചൊരു ഗുരുമന്ദിരമുണ്ട്. ആ ഗുരുമന്ദിരത്തിൽ എന്നും 12 മണിയാകുമ്പോഴത്തേക്ക് ഒരു ഭക്തൻ, ഗോപാലൻ എന്ന് പറയുന്നൊരു ഭക്തൻ വരുമായിരുന്നു എന്നാ. ഇദ്ദേഹം എന്നും വന്ന്, അപ്പോൾ 12 മണി സമയമെന്ന് പറയുമ്പോൾ അവിടെ വേറെ ആരും ഉണ്ടാവില്ല. ഇദ്ദേഹം ഗുരുവിനോട് വന്ന് എന്തൊക്കെയോ സംസാരിച്ചിട്ട് പോകുക, എന്താ പറയുന്ന ആർക്കും അറിയില്ല. അപ്പോൾ ഒരു ദിവസം അവിടുത്തെ സെക്യൂരിറ്റി ജീവനക്കാരൻ ചോദിച്ചു, അത്രേ, ഗോപാലൻ എന്താ എന്നും വന്ന് ഗുരുവിനോട് ഇത്ര രഹസ്യമായിട്ട് പറയുന്നത്? എന്നിട്ട് പറയും, എനിക്ക് വേറൊന്നും പറയാനില്ല, നാരായണ ഗുരു ഗോപാലൻ വന്നിട്ടുണ്ട് കേട്ടോ, ഇത് മാത്രമാണ് ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഇദ്ദേഹത്തിന് എന്തോ അസുഖമൊക്കെ ആയിട്ട് ആശുപത്രിയിൽ പോയി അഡ്മിറ്റായി. അഡ്മിറ്റായതിന് ശേഷം ഇദ്ദേഹം അവിടെ ചെന്നതിന് ശേഷം മറ്റുള്ളവർക്കൊക്കെ നല്ല സന്തോഷമായി എന്നാണ്. കാരണം ചിലരെ കണ്ടാൽ തന്നെ നമുക്ക് സന്തോഷം തോന്നും. ചിലർ കയറി വരുമ്പോൾ തന്നെ അയ്യോ എന്നുള്ളൊരു ഭാവം വരും, അല്ലേ? അപ്പം നമ്മൾ തീരുമാനിക്കണം, നമ്മളെ കാണുമോ മറ്റുള്ളവർക്ക് സന്തോഷമാണോ അതോ ഇത് ബാധയാണോ എന്ന് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കണമെന്ന് നമ്മൾ തീരുമാനിക്കണം. അപ്പോൾ ഇദ്ദേഹം ആ ആശുപത്രിയിൽ ചെന്നപ്പം മുതൽ എല്ലാവർക്കും നല്ല സന്തോഷമായി, സമാധാനമായി, എപ്പോഴും കഥകളൊക്കെ പറഞ്ഞു കൊടുക്കും, എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കും. അപ്പം നേഴ്സ് വന്ന് ചോദിച്ചു, എന്താ ഗോപാലൻ, എന്താ എത്ര സന്തോഷം, എപ്പോഴും കഥകളുമൊക്കെ പറഞ്ഞിരിക്കുന്നത്? അന്നേരം പറഞ്ഞത് എന്നാണെന്നറിയാവോ, എന്നും 12 മണിയാകുമ്പോഴേ എന്നെ കാണാനൊരു വിസിറ്റർ ഇവിടെ വരും കേട്ടോ. അവർ പറഞ്ഞിട്ട് ഞങ്ങളാരും ഇതുവരെ കണ്ടിട്ടില്ലല്ലോ ആളിനെ. അത് നിങ്ങൾ കാണുന്നുണ്ടാവില്ല, പക്ഷെ ഞാൻ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. വരുന്നയാൾ എന്നോട് പറഞ്ഞു, ഗോപാല, നാരായണ ഗുരു വന്നിട്ടുണ്ട് കേട്ടോ എന്ന് എന്നോട് പറയാറുണ്ട്. അപ്പൊ ഏത് ഭാവത്തിലാണോ നമ്മൾ ഭഗവാനെ സമീപിക്കുന്നത്, ഭഗവാനെ ഉപാസിക്കുന്നത്, അപ്പൊ ശാന്തഭാവം എന്ന് പറഞ്ഞാൽ അതാണ്. ഒന്നും വേണ്ട, പ്രത്യേകിച്ച് ഒന്നും ഒരാവശ്യത്തിനും വേണ്ടി ആയിരുന്നില്ല ആരവിടെ പൊക്കോണ്ടിരുന്നത്. ആ ഭഗവാനെ കാണുക എന്നുള്ളൊരു ഒറ്റ ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ നമ്മൾക്ക് പല പല ലക്ഷ്യത്തോടു കൂടി, ഇപ്പൊ ഇവിടെ ഗണപതി ഹോമത്തിന് പേര് കൊടുക്കും, അല്ലേ? നമ്മളെല്ലാവരും ക്ഷേത്രത്തിൽ വന്ന ഗണപതി ഹോമത്തിന് പേര് കൊടുക്കുമല്ലോ. എന്തിനാ ഗണപതി ഹോമത്തിന് പേര് കൊടുത്തത്? ഗണപതിയോടുള്ള അമിതമായിട്ടുള്ള പ്രേമം കൊണ്ടൊന്നും അല്ല, അല്ലേ? ഗണപതി അവിടെ അവലും മലരും തേങ്ങാപ്പൂളും ഒന്നും കിട്ടാതെ വിഷമിച്ചിരിക്കാന്നുള്ളൊരു ബുദ്ധിമുട്ടിലൊന്നും അല്ലല്ലോ നമ്മൾ ഗണപതി ഹോമത്തിന് പേരെടുത്തത്. എന്തിനു വേണ്ടിയായിരുന്നു? ഗുരു പറഞ്ഞില്ലേ, ഗുരു വ്യക്തമായിട്ട് പറഞ്ഞു. നമ്മളെ ഇത്ര നന്നായി മനസ്സിലാക്കിയത് നാരായണ ഗുരുവിനെ പോലെ വേറൊരു ഋഷി സത്തമനെ ഇല്ല. അതുകൊണ്ട് ഗുരു പറഞ്ഞു, നമദ്ദേവവൃന്ദം ലസദ്വേദഗന്ധം ശിരശ്രീമതിന്ദം ശ്രിതശ്രീമുകുന്ദം ബൃഹച്ചാരുശുണ്ഡം സ്തുതശ്രീ സനന്ദം ജഡാഹീന്ദ്രകുന്ദം ഭജേ. അഭീഷ്ടസന്ത, എൻ്റെ അഭീഷ്ടങ്ങളൊക്കെ ആര് സാധിച്ചു തരണം? നമദ്ദേവവൃന്ദം ലസദ്വേദഗന്ധം ശിരശ്രീമതിന്ദം ശ്രുതശ്രീമുകുന്ദം ബൃഹച്ചാരുശുണ്ഡം സ്തുതശ്രീ സനന്ദം ജഡാഹേന്ദ്രകുന്ദം ഭജേ. ഭജേ ഭീഷ്ടസന്ത, എൻ്റെ അഭീഷ്ടങ്ങളെയൊക്കെ ഭഗവാൻ
സാധിച്ചു തരണേ എന്ന് പറയുന്നു. അപ്പൊ ഏതൊരു ഗണപതി ഹോമത്തിന് നമ്മൾ പോയി എഴുതുന്നതിനേക്കാൾ എത്രയോ ഇരട്ടി ഫലം കിട്ടും നമുക്ക് ഭഗവാൻ രചിച്ചു തന്ന ഈ വിനായകാഷ്ടകം ഒന്ന് വൃത്തിയായിട്ട് ശുദ്ധിയായിട്ട് നമ്മുടെ വീട്ടിൽ ചെല്ലാൻ മതി അല്ലേ. നമദേവ വൃന്ദായ നമഃ, ലസദ്വേദഗന്ധായ നമഃ, ഇതൊക്കെ നമുക്ക് മന്ത്രമായിട്ട് പറയാവുന്ന മന്ത്രസമന്വിതമായ പദങ്ങളെ കോർത്ത് വെച്ചുകൊണ്ട് നാരായണ ഗുരുദേവന്റെ കൃതികളെ പഠിച്ചു കഴിഞ്ഞാൽ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കുള്ള സിദ്ധ ഔഷധമാണ് ഗുരുവിൻ്റെ കൃതികളെന്ന് പറയുന്നത്. കാരണം ഗുരു നമുക്ക് ആരാണെന്ന് വ്യക്തമായിട്ട് കുമാരനാശാൻ പറഞ്ഞിട്ടുണ്ട്. കുമാരനാശാൻ പറയും, മാതാവെ പോൽ മനസ്സിൽ കരുണ, ജനകനെ പോലവേ. നിങ്ങൾ ഈ ഗുരുപാദ ദശകമൊക്കെ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? ഉണ്ടോ? ഗുരുപാദ ദശകം കേട്ടിട്ടില്ലെങ്കിൽ പഠിക്കണം. കാരണം കുമാരനാശാൻ പറഞ്ഞു തന്നു, ഗുരു എനിക്ക് ആരാണ്? ഗുരു എനിക്ക് എൻ്റെ മാതാവിനെ പോലെയാണ്. പാരിൽ ദുഷ്പുത്രരുണ്ടാം പറക തനയരിൽ ദുഷ്ടയാം അമ്മയുണ്ടോ എന്ന് ചോദിക്കും. ഒരുപാട് ദുഷ്ടന്മാരായിട്ടുള്ള പുത്രന്മാര് ഈ ഭൂമിയിലുണ്ടാവാം, പക്ഷെ ദുഷ്ടയായിട്ടുള്ളൊരു അമ്മ ഉണ്ടാകുമോ? അല്ലെ, നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, ഒരു കുട്ടി അമ്മയുടെ തലക്കടിച്ച് അമ്മയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചപ്പോഴും ആശുപത്രിയിലും പോലീസുകാരും ഒക്കെ ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞ എന്താ? ഞാനവിടെ വീണതാണെന്ന് പറഞ്ഞില്ല. അതാണ് പാരിൽ ദുഷ്പുത്രരുണ്ടാം പറക തനയരിൽ ദുഷ്ടയാം അമ്മയുണ്ടോ എന്ന് ദേവ്യാപരാധ ക്ഷമാപണ സ്തോത്രത്തിന്റെ മലയാളം തർജ്ജമയില് കുമാരനാശാൻ പറയുന്നുണ്ട്. ആ കുമാരനാശാൻ പറയാ, നാരായണ ഗുരു എനിക്ക് ആരാന്നറിയോ? മാതാവെ പോൽ മനസ്സിൽ കരുണ, ജനകനെ പോലവേ ക്ഷേമചിന്ത, ഭ്രാതാവെ പോലെ എന്തുന്നിധി ഹൃദി സഹജ സ്നേഹവും മോദമെന്നേ, ഭേദത്തെ പോലെയോതൊന്നറിവ് നൃപതയെ പോലെ പാലിച്ചിടുന്നിതേതല്ലോർത്താൽ എനിക്കൻ ഗുരുപദമതിനെ സന്തതം ഞാൻ തൊഴുന്നേൻ. ഒരമ്മ എങ്ങനെയാണോ കുട്ടികളെ സ്നേഹിക്കുന്നത് അതുപോലെയായിരുന്നു കേട്ടോ എനിക്കെൻ്റെ ഗുരു. പിന്നെ അച്ഛൻ എങ്ങനെയാണ് ക്ഷേമകാര്യങ്ങൾ നോക്കി നടത്തിയിരുന്നത്, ഒരു സഹോദരൻ എങ്ങനെയായിരുന്നു സ്നേഹിച്ചിരുന്നത്. ഇത് അവസാനത്തെ വരിയാണ് നമ്മൾ അറിയേണ്ടത്. വേദത്തെ പോലെ ഓതുന്ന അറിവ്, അറിവിൻ്റെ അവസാന പദമാണ് വേദാന്തം അല്ലെ വേദങ്ങൾ എന്ന് പറയില്ലേ. ആ വേദത്തിൽ പറഞ്ഞിരിക്കുന്ന വലിയ വലിയ രഹസ്യങ്ങളെ നാരായണ ഗുരു എന്ന് പറയുന്ന ഋഷി സത്തമൻ ക്യാപ്സൂള് പോലെ നമ്മുടെ മുന്നിലേക്ക് അനാവരണം ചെയ്തു തന്നു. അപ്പം വേദത്തെ പോലെ ഓതുന്ന ഗുരുവിനെ അറിയണമെങ്കിൽ ശ്രീനാരായണ ധർമ്മം എന്ന് പറയുന്ന ഗുരുവിൻ്റെ ഉപദേശങ്ങളെ പഠിക്കുമ്പോൾ മനസ്സിലാകും ഗുരു അവിടെ കൈവെക്കാത്ത ഒരു മേഖല പോലും ഇല്ല എന്ന് മനസ്സിലാവുന്നുണ്ട്. ഇപ്പൊ പറഞ്ഞല്ലോ, ഗർഭപാത്രത്തിൽ കിടക്കുന്ന അവസ്ഥ മുതൽ പറഞ്ഞു തരണമെങ്കിൽ ആ ഋഷിയുടെ ആ ഒരു ജ്ഞാനസ്വരൂപനായിരിക്കുന്ന ആ ഭഗവാന്റെ അറിവിനെ പറഞ്ഞു. പൊന്നപ്പനന്ന് പൊറിവാതിലൊരു 5 മിട്ട് തന്നിട്ട് തന്നെ ഇതും ഇന്നറിയുന്ന ശംഭോ. എൻ്റെ പൊന്നപ്പനായ, പൊന്നപ്പൻ എന്നൊക്കെ ഭഗവാനെ വിളിക്കുന്ന അല്ലേ, ഗുരു അങ്ങനെയാണ്. ഗുരു ഈശ്വരനെ വിളിക്കുന്ന അല്ലെ, നമ്മളെ വിളിക്കാൻ പഠിപ്പിച്ചത് എങ്ങനെയാണ്? ശുദ്ധമായ പദാവലിയിലൂടെ ഭഗവാനെ ഉപാസിക്കാൻ പഠിപ്പിച്ചു. അപ്പൊ അവിടെ പറയാ, പൊന്നപ്പനായിരിക്കുന്ന എൻ്റെ ഭഗവാൻ പൊറിവാതിലൊരു 5 മിട്ട് തന്നിട്ട് തന്നെ ഇതും ഇന്നറിയുന്ന ശംഭോ. എനിക്കൊരു 5 വാതിൽ തന്നു കേട്ടോ. ഏതൊക്കെ വാതിലാന്നറിയാമല്ലോ? കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി, പഞ്ചേന്ദ്രിയങ്ങള്. ഈ പഞ്ചേന്ദ്രിയങ്ങൾ തന്നത് എന്തിനാണ്? തന്നിട്ട് പൊന്നപ്പനന്ന് പൊറിവാതിലൊരു 5 മിട്ട് തന്നിട്ട് തന്നെ ഇതും ഇന്നറിയുന്ന ശംഭോ. നിന്നെ അറിയാനായിട്ടാണ്, ഈശ്വരനെ അറിയാനായിട്ടാണ് എനിക്ക് പഞ്ചേന്ദ്രിയങ്ങൾ തന്നത്. അപ്പൊ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നമ്മൾ എന്ത് ചെയ്യണം? കണ്ണിലൂടെ ഭഗവാന്റെ, ഇപ്പം നിങ്ങളിവിടെ വന്നു, ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ക്ഷേത്രത്തിൽ വന്നാലും ഗുരുമന്ദിരത്തിൽ വന്നാലുണ്ടാകുന്ന ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് കണ്ണുകൊണ്ട് നമ്മൾ കണ്ടത് ആരെയാണ്? നാരായണ രൂപം നയനാഭിരാമം
നാരായണ നാമം കർണാമൃതം ആദിനാരായണനവതാരമാർന്ന നാരായണ ഗുരു ധ്യാനമന്ത്രം. ഗുരുവിനല്ലേ കണ്ടേ അല്ലേ? നമ്മളെ ഇങ്ങനെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന കോട്ടുകോയിക്കൽ വേലായുധനച്ഛൻ കണ്ട ഗുരുവിനെയാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ നാരായണ രൂപം നയനാഭിരാമം. അത് ബോധാനന്ദ സ്വാമികൾ കണ്ടപ്പോ എങ്ങനെയായി? ധ്യാനത്തിലെൻ്റെ ഹൃദയം ലയമാർന്നിടട്ടെ, ധ്യാനത്തിലെൻ്റെ ഹൃദയം ലയമാർന്നിടട്ടെ, ദൈവത്തിനൊത്ത ഗുരുവര്യനെയും വരിച്ച് ധ്യാനത്തിലെൻ്റെ ഹൃദയം ലയമാർന്നിടട്ടെ. ദൈവത്തിനൊത്ത ഗുരുവര്യനെയും വരിച്ച് ധ്യാനത്തിലെൻ്റെ ഹൃദയം ലയമാർന്നിടട്ടെ എന്ന് ബോധാനന്ദ സ്വാമി നാരായണ ഗുരുദേവനെ കുറിച്ച് പറഞ്ഞപ്പോൾ കുമാരനാശാൻ എന്തൊക്കെ പറഞ്ഞാലും എത്രയൊക്കെ വാക്കുകളിലൂടെ പറഞ്ഞാലും പിന്നെയും പിന്നെയും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പൊ കുമാരനാശാൻ പറഞ്ഞു, സന്യാസികളില്ലിങ്ങനെ ഇല്ലില്ലമിയെന്നോർ വന്യാശ്രമമേലുന്നവരും ശ്രീ ഗുരുമൂർത്തേ. അല്ലെ, സന്യാസികളില് ഇങ്ങനെയൊരു സന്യാസിയുണ്ടോ? ഇനി ശിവലിംഗദാസ സ്വാമികൾ പറഞ്ഞു, സർവലോകാനുരൂപായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. എല്ലാവർക്കും, സർവലോകർക്കും, അത് പണ്ഡിതനാകട്ടെ, പാമരനാകട്ടെ, വൃദ്ധന്മാരാകട്ടെ, വിദ്വാനാകട്ടെ, യോഗീന്ദ്രനാകട്ടെ, എല്ലാവർക്കും അനുരൂപനായിരുന്നു ആര്? നാരായണ ഗുരുദേവൻ. അതുകൊണ്ടാണ് പറഞ്ഞ വിദ്വാൻ വിദ്വജനങ്ങൾക്ക്, അലസൻ അലസരായോർക്ക്, അജ്ഞർക്കും അജ്ഞൻ, വൃദ്ധന്മാർക്കൊക്കെ വൃദ്ധൻ, സദ്യോഗീന്ദ്രർക്ക് യോഗീശ്വരൻ, അത് സകലജ്ഞാനിനാജ്ഞാനിവര്യൻ എന്ന് പറയും. എന്ന് പറഞ്ഞാല് വിദ്വാൻ വിദ്വജനങ്ങൾക്ക്, വിദ്വജനങ്ങളായിട്ടുള്ളവർക്ക് ഗുരുവിനെ കണ്ടപ്പോൾ മനസ്സിലായി ഗുരു ആരാണ്? വലിയൊരു വിദ്വാനാണ്. അലസൻ അലസരായോർക്ക്, അലസത ജീവിതവ്രതമാക്കിയവർക്ക് നോക്കുമ്പം ഗുരു അവിടെ വെറുതെ ഇങ്ങനെ ചാരുകസേരയില്, ശിവഗിരിയില് വൈദിക മഠത്തിന്റെ മുന്നില് ചാരുകസേരയിലൊക്കെ ഇരിക്കുന്ന ഒരു അലസനായിട്ട് തോന്നിയേക്കാം. സദ്യോഗീന്ദ്രർക്ക് യോഗീശ്വരൻ. പക്ഷേ ശ്രീരാമകൃഷ്ണ പരമഹംസദേവന്റെ നാട്ടിൽ നിന്ന് വന്ന രവീന്ദ്രനാഥ ടാഗോറിനെ പോലെയുള്ള യോഗീശ്വരൻ പറഞ്ഞു, ഞാനിങ്ങനെ ഒരുപാട് സഞ്ചാരമൊക്കെ നടത്തി, പക്ഷേ ഒരുപാട് യോഗികളെയും ഋഷി സത്തമന്മാരെ ഋഷിവാടികകളിലൂടെയൊക്കെ പോകാനും ഒക്കെ സാധിച്ചു. പക്ഷേ കേരളത്തിന്റെ തെക്കേ അറ്റത്ത് വിരാജിച്ചരുളുന്ന നാരായണ ഗുരുവിന് ആ തുല്യമായിട്ട്, കാരണം അവിടെ പറയുന്ന ഗുരുവിന്റെ കണ്ണുകളെയാണ് അവിടെ ബൂസ്റ്റ് ചെയ്ത് പറയുന്നത് അല്ലേ, അനന്തതയിലേക്ക് നീളുന്ന യോഗ നയനങ്ങളെന്നാ. ആ കണ്ണിന്റെ മുന്നിൽ ഒന്നും മറയ്ക്കാനായിട്ട് സാധിക്കുമായിരുന്നു, അത്ര തീഷ്ണതയേറിയ കണ്ണുകളായിരുന്നു. അപ്പൊ ഒരാളെ കാണുമ്പോൾ തന്നെ ഗുരുവിനറിയാം അവരുടെ ഭൂതവും ഭാവിയും വർത്തമാനവും ഒക്കെ ഗുരുവിനറിയാമായിരുന്നു. ഒരിക്കൽ പറയുന്നുണ്ട്, ഒരു കാളവണ്ടി ഇങ്ങനെ വരുവാണ്, കാളവണ്ടിയിൽ 2 കാളകൾ ഇങ്ങനെ വരുന്നു. അപ്പോൾ ഒരു കാളയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ ഗുരുവിനെ കണ്ടപ്പോൾ ധാരധാരയായിട്ട് ഒഴുകി. അപ്പോൾ ഗുരു പറഞ്ഞു, ഇവൻ കഴിഞ്ഞ ജന്മത്തിലൊരു വക്കീലായിരുന്നു, ഒരുപാട് പേരെ മുഖത്തിൽ ഇങ്ങനെ വലിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കേട്ടിട്ടുണ്ട് ഗുരുവിനെ കുത്തിയ തേളിനോട് ഗുരു ചോദിക്കുന്നതായിട്ടല്ലേ, കഴിഞ്ഞ ജന്മത്തിലും നാം ഒന്നും ചെയ്തിട്ടില്ല, ഈ ജന്മത്തിൽ നിന്നെ ഉപദ്രവിച്ചിട്ടില്ല, പിന്നെ എന്തിനാണ് നമ്മെ കുത്തി വേദനിപ്പിച്ചത് എന്നൊരു തേളിനോട് ചോദിക്കണമെങ്കിൽ ആ തേള് മരിച്ചു വീഴുന്നു, അതിൻ്റെ ശവം എടുത്ത് അല്ല അതിൻ്റെ ശവശരീരം എടുത്ത് ചന്ദന വിറകിൽ കത്തിച്ചിട്ട് നെയ്യാറ്റിലൊഴുക്കിയ ഗുരുവാണ് നമ്മളോട് പറഞ്ഞത് ഒരു പീഡ എറുമ്പിന് പോലും. അപ്പൊ എന്താണോ ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ടത്, ഗുരുവാദേശത്തിലെ കുമാരനാശാൻ പറയും, ചിലരൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ ഒരുപാട് പ്രഭാഷണങ്ങളും കാര്യങ്ങളും ഒക്കെ പറയും കേട്ടോ, അല്ലെങ്കിൽ അനുഷ്ഠാനങ്ങളെ കുറിച്ച് ശ്രദ്ധിച്ചാൽ മതി, ചിലർ അനുഷ്ഠാനങ്ങളെ കുറിച്ചൊക്കെ പറയും.
രാവിലെ എഴുന്നേക്കണം, കുളിക്കണം, ജപിക്കണം, പ്രാർത്ഥിക്കണം, ഗുരുദേവ കൃതികൾ ചൊല്ലണം. പക്ഷെ അവരുടെ ജീവിതത്തിൽ ഇതൊന്നും ഉണ്ടായിരിക്കില്ല. പക്ഷേ എൻ്റെ ഗുരു അങ്ങനല്ല കേട്ടോ. ഗുരു എന്താണോ പറഞ്ഞ വാചാജ്ഞാനങ്ങൾ ഘോഷിച്ചിടും ഒരു വികടാത്മാക്കളും. അവിടെ കുമാരനാശാൻ പറയുന്ന ഒരുപാട് ഇങ്ങനെ സംസാരിക്കും, പക്ഷെ ജീവിതത്തിൽ ഇതൊന്നും ഉണ്ടായിരിക്കില്ല. പക്ഷെ എൻ്റെ ഗുരു അങ്ങനല്ല കേട്ടോ. ഗുരു എന്താണോ എന്തായിരുന്നോ അത് തന്നെയായിരുന്നു കാണിച്ച്. മറ്റുള്ള ശിഷ്യസത്തമന്മാര് ഗുരുവിനെ കണ്ടു പഠിക്കാനായിട്ട് വേറെ എങ്ങും പോകേണ്ട ആവശ്യമില്ലായിരുന്നു. ഗുരു തന്നെയായിരുന്നു ഏറ്റവും നല്ല മോഡലെന്ന് പറയുകയാണ് കുമാരനാശാൻ. അപ്പം നമുക്ക് ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ ഒക്കെ എപ്പോഴും കുറ്റം പറയുന്നത് ഈശ്വരനെയാണ് അല്ലേ. എന്നാലും ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടും എനിക്ക് മാത്രം എന്താ ഇങ്ങനെ ദുഃഖങ്ങളെന്ന് വരും. ഇപ്പം ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആർക്കും ദുഃഖം വരുമ്പോൾ ഈശ്വരനെ കുറ്റം പറയാൻ യാതൊരു അധികാരവും ഇല്ല, അവകാശവും ഇല്ല. കാരണം ജന്മജന്മാന്തരങ്ങളായിട്ട്, അതാണ് അവിടെ പറഞ്ഞ പിണ്ടനദിയിൽ പറയുന്നത്, പൊന്നപ്പനെന്ന് ഈ അറിവിനെ അറിയാൻ നീ ഇങ്ങനെ ഒരുപാട് ജന്മങ്ങളൊക്കെ എടുത്തു കേട്ടോ. അപ്പൊ ഈ ജന്മത്തിലൂടെ നീ ആരെ തേടണം? ഈശ്വരനെ തേടണം, ഈശ്വരനെ അറിയണം. അതിനാണ് നിനക്ക് ഇന്ദ്രിയങ്ങളൊക്കെ തന്നത്. അപ്പൊ ഇന്ദ്രിയങ്ങൾ കൊണ്ട്, കണ്ണുകൊണ്ട് നീ നല്ലതിനെ കണ്ട്, ചെവികൾ കൊണ്ട് നല്ലതൊക്കെ കേട്ട്. അപ്പൊ അത് പറയുമ്പോഴാണ് ചെവികൾ കൊണ്ട് നല്ലത് കേൾക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. അപ്പോൾ ആദ്യമേ നമ്മൾ പറഞ്ഞല്ലോ, പ്രഭാഷണ വേദിയിൽ എത്ര പേരുണ്ടാവും എന്ന് നമുക്ക് തന്നെ അറിയാം. അതിൽ തന്നെ ആൾക്കാരൊക്കെ വരണമെങ്കിൽ എത്ര സമയമാവണം? ഒരു 12 മണി കഴിഞ്ഞേ ഉള്ളൂ നമ്മുടെ ഭക്തിയൊക്കെ. സാധാരണഗതിയിൽ ഒരു 10 മണിക്ക് പ്രഭാഷണം എന്ന് പറഞ്ഞാൽ ആൾക്കാരൊക്കെ വരുമ്പോൾ എത്ര സമയമാകും? 12 മണിയാവും അല്ലേ. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും, നാരായണ ഗുരു, നാരായണ ഗുരു, നാരായണ ഗുരു, നാരായണ. ഗുരുവിനെ പ്രാർത്ഥിക്കുകയാണ്. എന്നിട്ട് വേറെ അതിൻ്റെ അടിയിൽ ചേർക്കും, നാരായണ ഗുരുദേവൻ ദിവ്യനാരാണെന്നാരറിയുന്നു, നേരിട്ട് കണ്ടവർ പോലും അങ്ങേ നേരെ അറിഞ്ഞില്ല തന്നെ. നാരായണ ഗുരുദേവൻ ദിവ്യനാണെന്ന് നേരിട്ട് കണ്ടവർക്ക് മനസ്സിലായില്ല. നമുക്ക് മനസ്സിലായത് എപ്പോഴാ? 12 മണിക്ക് ശേഷമാണ് മനസ്സിലായത് നാരായണ ഗുരുദേവൻ ദിവ്യനാണ് എന്നല്ലേ. അപ്പം അങ്ങനല്ല, മാസത്തിലെ ഒരു ചതയൊക്കെ വന്നു കഴിഞ്ഞാൽ പ്രഭാഷണത്തിനൊക്കെ ഞങ്ങളൊക്കെ പല വേദികളിലും ചെല്ലുമ്പം സ്ഥിരം കാണുന്ന കാഴ്ചയാണ്, 4 പേരായിരിക്കും അവിടെ ശാഖയിലുണ്ടാവുന്നത്. ആരൊക്കെയാണെന്നറിയാലോ? സെക്രട്ടറിയും പ്രസിഡന്റും പിന്നെ വനിതാ സംഘത്തിൻ്റെ 80 പേരും. ഇവരാകെപ്പാടെ കിടന്ന് വിഷമിക്കുക. വരും കേട്ടോ, ആൾക്കാരൊക്കെ വരും, വിഷമിക്കണ്ട. ആർക്കാ വിഷമം? അവർക്ക് സങ്കടമാണ്. വെച്ചാൽ അവരുടെ ശാഖയിൽ വന്നിട്ട് ആളൊന്നും ഇല്ലെന്നുള്ളൊരു പേരുദോഷം കേൾക്കണ്ടല്ലോ. അപ്പം നമ്മളിതിങ്ങനെ സ്ഥിരം കണ്ടുകൊണ്ട് പറയാം, അതിലൊന്നും ഒരു കാര്യമില്ല. കുറേ പേരൊരു വേദിയിൽ വന്നിരുന്നു എന്ന് വെച്ചിട്ട് ആരും തികഞ്ഞ ഗുരുഭക്തരൊന്നും ആകാനായിട്ട് പോകുന്നില്ല. ആൾക്കാരുടെ എണ്ണത്തിലല്ല, ഒരാൾക്കെങ്കിലും. ഇപ്പൊ ശുഗബ്രഹ്മർഷി ഭാഗവതം പറഞ്ഞു കൊടുക്കുമ്പോൾ കേൾക്കാൻ ഒരൊറ്റ ശ്രോതാവേ ഉണ്ടായിരുന്നുള്ളൂ. ആരായിരുന്നു? പരീക്ഷത്ത് എന്ന് പറയുന്ന ഒരൊറ്റ ശ്രോതാവേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ പരീക്ഷത്തിന് കിട്ടേണ്ടത് കിട്ടി എന്ന് വെച്ചാൽ എന്താണ് ആത്മതത്വം എന്ന്, എന്താണ് ആത്മാവ്, ശരീരം, ഇതെല്ലാം വ്യക്തമായിട്ട് ആർക്ക് മനസ്സിലായി? പരീക്ഷത്തിന് മനസ്സിലായി. അപ്പൊ കുറെ ആൾക്കാർ കയറി വന്നിരുന്ന വേദിയിലിരുന്ന കഥകളെല്ലാം കേട്ടത് കൊണ്ടൊന്നും നമുക്കവിടെ വലിയ മാറ്റങ്ങളൊന്നും വരാൻ പോകുന്നില്ല. പക്ഷെ ഒരാൾക്കെങ്കിലും തോന്നുകയാണ്, അയ്യോ ഗുരുവിനെ കുറിച്ച് കേട്ടല്ലോ, അല്ലെ ഗുരുവിന്റെ കൃതികളെ കുറിച്ച് പഠിച്ചല്ലോ, അല്ലെ പറഞ്ഞല്ലോ, ഇത് ഞങ്ങൾക്ക് ഇതൊന്ന് പഠിക്കണം കേട്ടോ. അല്ലെങ്കിൽ ഗുരുവിൻ്റെ ക്ഷേത്രപ്രതിഷ്ഠകളെ കുറിച്ച് പറയുമ്പോഴും, ഇപ്പൊ കഴിഞ്ഞ ദിവസം വാരണപ്പള്ളി തറവാടിനെ കുറിച്ച് ഇങ്ങനെ പറയുന്ന സമയത്ത് ചേവണ്ണൂർ കളരി, നാരായണ ഗുരുദേവൻ ചേവണ്ണൂർ കളരിയിൽ കുമ്മംപള്ളി രാമൻപിള്ള ആശാൻ അധ്യാപകനായിരിക്കുന്ന ചേവണ്ണൂർ കളരിയിൽ തൻ്റെ സംസ്കൃതത്തിലെ ഉപരിപഠനത്തിനായി പോകുന്ന സമയത്ത്
ചേവണ്ണൂർ കളരിയിലെ പഠനമൊക്കെ നടക്കുന്ന സമയത്താണല്ലോ ഗുരുവിന് ശ്രീകൃഷ്ണ ദർശനമൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ ആ ചേവണ്ണൂർ കളരിയുടെ ഒരു അവസ്ഥയൊക്കെ വളരെ ദയനീയമായിട്ട് കിടക്കുകയായിരുന്നു. അതിങ്ങനെ കാട് പിടിച്ച് ഗുരുവിൻ്റെ പാദം പതിഞ്ഞ ഒരു പുണ്യഭൂമി ഇങ്ങനെ കാട് പിടിച്ച് ആ കെട്ടിടമൊക്കെ വല്ലാത്തൊരവസ്ഥയിൽ കിടക്കുമ്പോൾ വളരെ സങ്കടത്തോടു കൂടി അവിടുന്ന് പോന്നിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസം ചേവണ്ണൂർ കളരി കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. കാരണം അത് ഒരു പ്രവാസി ഗ്രൂപ്പായ മുരളിയ ഫൗണ്ടേഷൻ അവരത് ഏറ്റെടുത്ത് ആ ചേവണ്ണൂർ കളരിയൊക്കെ നല്ല സുന്ദരമാക്കി അത് ശിവഗിരി മഠത്തിന് വിട്ടുകൊടുത്തു അല്ലേ. 2 കോടിയിലധികം രൂപ ചെലവഴിച്ച് അവരത് ശിവഗിരി മഠത്തിന് വിട്ടുകൊടുത്ത് ഇന്നിപ്പോൾ ചേവണ്ണൂർ കളരി കാണുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷമുണ്ട്. നിങ്ങൾ പോയിട്ടുണ്ടോ ചേവണ്ണൂർ കളരിയും വാരണപ്പള്ളി തറവാടും ഒക്കെ? ഉണ്ടോ? പോയിട്ടുള്ളവരൊന്ന് കൈ ഉയർത്തിക്കേ. ചോദിക്കാതിരിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് ചോദിച്ചതാണ്. ആരൊക്കെ പോയിട്ടുണ്ട്? ഇതെവിടാ സ്ഥലമെന്ന് അറിയാമല്ലോ. എവിടാണ്? നിങ്ങളുടെ സ്ഥലം ഓതറ അല്ലേ. അപ്പൊ നിങ്ങൾക്ക് ഈ കായംകുളം വരെ പോകണമെങ്കിൽ പാസ്പോർട്ടും വിസയും വേണ്ടല്ലോ അല്ലേ. എത്ര അടുത്ത് കിടക്കുന്ന ഗുരുവിൻ്റെ പാദം പതിഞ്ഞ ഗുരു കൃഷ്ണനെ ദർശിച്ച ഭാഗവത സപ്താഹമൊക്കെ വെക്കുമ്പോൾ നമ്മൾ മുഴുവൻ നേരവും പോയിരുന്ന് ഭഗവാന്റെ കഥകൾ കേൾക്കുന്നു. വളരെ നല്ല കാര്യമാണ്. പക്ഷേ നാരായണ ഗുരുദേവൻ വാസുദേവ അഷ്ടകം എന്ന് പറയുന്ന ഒരു കൃതിയില കൃഷ്ണന്റെ സ്വരൂപത്തെ ക്യാപ്സൂളായിട്ട് തന്നിട്ടുണ്ട്. ഭാഗവതം മുഴുവൻ നിങ്ങൾ പഠിച്ചതിന് തുല്യമാണ് ഏത് ചൊല്ലുന്നത്? ശ്രീവാസുദേവ സരസേരുഹ പാഞ്ചജന്യ കൗമോദഗീ ഭയ നിവാരണ ചക്രപാണേ ശ്രീവത്സവത്സ സകലാമയ മൂലനാശിൻ ശ്രീഭൂപദേ ഹര ഹരേ സകലാമയം മേ. ഇവിടെ ചൊല്ലാറുണ്ടോ? ചൊല്ലുന്നാണല്ലോ അല്ലേ. അപ്പോൾ ഭഗവാൻ വന്ന രംഗമൊക്കെ തൊട്ടങ്ങോട്ട് തുടങ്ങിയോ? വാസുദേവൻ വന്നപ്പോൾ ഉണ്ടല്ലോ കയ്യിലെ സരസീരുഹം ഉണ്ടായിരുന്നു, പാഞ്ചജന്യം ഉണ്ടായിരുന്നു, ശത്രുക്കളെയൊക്കെ അടിച്ച് നിരപ്പാക്കുന്ന കൗമോദകി എന്ന് പറയുന്ന ഗദയുണ്ടായിരുന്നു. എന്നിട്ട് കൃഷ്ണന്റെ നടപ്പ്, ഇരുപ്പ് ഒക്കെ പറയാം. മഞ്ചീര മഞ്ജുമണി ശിഞ്ചിത പാദ പത്മകഞ്ചായദാക്ഷ കരുണാകര കഞ്ചനാഭ എന്നൊക്കെ പറഞ്ഞ് ഭഗവാനെ സ്തുതിക്കുമ്പോൾ ഗുരുവിന്റെ കൃതികളെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. ഭഗവാൻ ആധ്യാത്മികമായിട്ടുള്ള ആത്മാനന്ദത്തിന്റെ അനുഭൂതിയിൽ നിന്നുകൊണ്ടാണ് ഓരോ ദേവനെയും അവിടെ വിളിക്കുന്നത് അല്ലേ. ഗൗരി സഹായ സുഹൃദൂരി കൃതാവയവ ഭൂരിഷു വൈരിഷു തമസൂരി കൃതായുധ നിവാരിത ദോഷ നിജ നാരി കലാല സമന. ആരെ വിളിക്കുന്ന? മുരുകനെ വിളിക്കുക. ഗൗരിയുടെ ചെറിയ കുട്ടിയായ കിശോരനായിട്ടുള്ള അല്ലയോ മുരുക അല്ലെ, സുന്ദരമായിട്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ പറയണമെങ്കിൽ അല്ലെ ഇങ്ങനെയൊക്കെ പാടണമെങ്കിൽ ഗുരു ഇവരെയൊക്കെ എവിടെ കണ്ടു? തൻ്റെ ഉള്ളിൽ തന്നെ അല്ലെ. ഗുരുവിന്റെ ദർശനത്തിന്റെ വെളിച്ചത്തിലാണ് ഗുരുവിന്റെ എല്ലാ കൃതികളും. നമ്മൾ തുടങ്ങുമ്പോൾ അറിയാം ഞാനും ഈശ്വരനും രണ്ടായിട്ടാണ് നിൽക്കുന്ന ഗുരുവിന്റെ കൃതികളിലെല്ലാം. തുടക്കം അങ്ങനെയാ, പക്ഷെ ഒടുക്കാവുമ്പം ഒന്നാവും കേട്ടോ. നമ്മൾ ഗുരുവിന്റെ കൃതികൾ പഠിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പൊ ദൈവദശകം മാത്രം ഒന്ന് ഉദാഹരണം എടുത്താൽ, ദൈവമേ കാത്തുകൊള്ളുക അങ്ങ് കൈവിടാതെ ഇങ്ങ് നിൽക്കുന്ന ഞങ്ങളെ. കാരണം ദൈവോപനിഷത്താണ് ദൈവദശകത്തിന് പറയുന്ന ദൈവോപനിഷത്തെന്നാണ്. എന്ന് വെച്ചാൽ ഉപനിഷത്തിന് 3 വിഷയങ്ങളെ ഉള്ളൂ ഇവിടെ. ജീവൻ, ജഗത്ത്, ഈശ്വരൻ എന്നാണ്. എന്ന് വെച്ചാൽ ഈ ജഗത്തിൽ നിൽക്കുന്ന ജീവൻ ആരെ തേടണം? ഈശ്വരനെ തേടണം. അതാണ് എല്ലാ ജീവന്റെയും ലക്ഷ്യം. അങ്ങനെ വരുമ്പോൾ നമുക്കൊരു സംശയം തോന്നും, ഈശ്വരൻ ഇങ്ങനെ മുകളിൽ തന്നെ നിൽക്കുവാണോ? ഈശ്വരൻ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ആളല്ലേ എന്നൊരു സ്വാഭാവികമായിട്ട് നമുക്കൊരു സംശയം വരും. പിന്നെ എന്തുകൊണ്ട് നമ്മൾ ഈശ്വരനെ അങ്ങ് നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ഭഗവാനെ എവിടെ ഇരുത്താനാ നമുക്കിഷ്ടം? ഏറ്റവും ഉന്നത സ്ഥലത്ത് ഭഗവാനെ ഇരുത്തണം അല്ലെ. ഏറ്റവും മുകളിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തോത്രമെന്ന് ക്രിസ്തു മതത്തിൽ പറയും. അപ്പൊ എന്താണ്? ഈശ്വരനെ ഏറ്റവും ഉയർന്ന ഒരു സ്ഥാനത്ത് ഇരുത്തിരിക്കുക. അവിടെ ഇരിക്കട്ടെ. നമ്മൾ എവിടെ നിൽക്കുന്നു? നമ്മളിവിടെ താഴെ ഭൂമിയിൽ നിൽക്കുന്നു. അപ്പൊ ഭൂമിയിൽ നിൽക്കുന്ന ഞാൻ, ഈ ജഗത്തിൽ നിൽക്കുന്ന ഞാൻ
ആരെ തേടണം? ഭഗവാനെ തേടണം അല്ലേ? അപ്പൊ അവിടെ തുടക്കത്തിൽ രണ്ടായിട്ട് തന്നെയാണല്ലോ, ഞാനിവിടെ നിൽക്കുന്നു, ഈശ്വരൻ മുകളിൽ നിൽക്കുന്നു. ഇനി അവസാനം വരുമ്പോഴോ, ആഴമേറും നിന്മഹസാം ആഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം. എന്താ പഠിപ്പിച്ചു തരുന്നേ? ആഴമേറുന്ന നിന്റെ മഹസ്സാകുന്ന ആ പരമാത്മ സമുദ്രത്തിലേക്ക് ഞാൻ ആണ്ട് കഴിഞ്ഞാൽ പിന്നെ ഞാനും നീ അവിടെ ഉണ്ടോ? ഇല്ല അല്ലേ? എന്ന് വെച്ചാൽ ഇനിയൊരു തിരിച്ചു വരവ് വേണ്ടാന്നാണ്. എന്താ ഉദ്ദേശിച്ചത്? ഇനി എനിക്ക് തിരിച്ചിങ്ങോട്ട് വരണ്ട, ഇനി ഒരു ജന്മം എടുക്കാനായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവരുത്. അപ്പൊ അവിടെ ആഴമേറുന്ന മഹസാകുന്ന ആഴിയിലേക്ക് ആണ്ടു എന്ന് പറഞ്ഞാൽ ഞാനും നീ ഒന്നായല്ലോ. പിന്നെ അവിടെ രണ്ടുണ്ടോ? ഇല്ല, ഒന്നായി. അപ്പൊ തുടക്കത്തിൽ രണ്ടായിട്ട് നിൽക്കുന്നു, ഒടുക്കായപ്പോ എന്ത് വന്നു? ഒന്നായി. അപ്പൊ ഗുരുവിന്റെ ദർശനം അതാണ് അല്ലേ? രണ്ടില്ല. ഗുരുവിന്റെ ദർശനത്തെ അതിനാണ് നമ്മൾ പറയുന്നത് അദ്വൈതം. രണ്ടില്ല കുഞ്ഞെ, ഇവിടെ പലതായിട്ട് നീ എന്തെന്തൊക്കെ കാണുന്നുണ്ടോ. ഇപ്പൊ ആത്മോപദേശ ശതകത്തിന്റെ 50-ാമത്തെ ഒരു ശ്ലോകമുണ്ട്. നമ്മുടെ ഗീതാസുരാജ് എന്ന് പറയുന്ന നമ്മുടെ ഏറ്റവും അഭിമാനം, നമുക്കെല്ലാം അഭിമാനിക്കാൻ പറ്റുന്ന അമ്മ അല്ലേ? ആ അമ്മ ഗുരുവിന്റെ പ്രഭാഷണങ്ങളൊക്കെ പറയുന്ന സമയത്ത് ആത്മസാഗരം എന്ന് പറഞ്ഞ ആത്മോപദേശ ശതകത്തിനൊരു വ്യാഖ്യാനം അമ്മയുടേതായിട്ടുണ്ട്. അതിൽ 50-ാമത്തെ ശ്ലോകം അമ്മ ഇവിടെ പറയുന്നത് എന്താണെന്നറിയാവോ? ഒരു നല്ല മാല, അതിൻ്റെ നടുക്കൊരു ലോക്കറ്റും കൂടി ഉണ്ടെങ്കിൽ അല്ലെ, ആ മാലയ്ക്ക് നല്ല ഭംഗിയായിരിക്കും. ഇപ്പോൾ ഒരു നെക്ലേസ്, അതിൻ്റെ നടുക്ക് നല്ലൊരു ലോക്കറ്റ് ഇരിക്കുക. അപ്പോൾ അമ്മ അവിടെ വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട് 50-ാമത്തെ ശ്ലോകം എന്ന് പറഞ്ഞാൽ ശരിക്കും മാലയ്ക്ക് പറ്റിയ ഒരു നല്ല സുന്ദരമായിട്ടുള്ളൊരു ലോക്കറ്റാണ്. ആ ശ്ലോകം എന്ന് പറയുന്നത് നിലമുട് നീരവത് പോലെ കാറ്റ് തീയും വെളിയും അഹങ്കൃതി വിദ്യയും മനസ്സും അലകളും ആഴിയും എന്ന് വേണ്ട എല്ലാ ഉലകവും ഉയർന്ന് അറിവായി മാറിടുന്നു. എന്ന് വെച്ചാൽ ഈ പഞ്ചഭൂതങ്ങളെല്ലാം നിലമുട് നീര് കാറ്റ്, ആ നിലമെന്ന് പറഞ്ഞാൽ ഭൂമി എന്നല്ലേ? നിലമെന്ന് പറഞ്ഞാൽ ഭൂമി. പഞ്ചഭൂതങ്ങളെ കുറിച്ച് ഗുരു പറയുമ്പോൾ പലപ്പോഴും പല പേരുകളാണ് ഗുരു അവിടെ പറയുന്നത്. ഇപ്പം ഇവിടെ നിലമെന്ന് പറഞ്ഞാൽ ഭൂമി, നീരെന്ന് പറഞ്ഞാൽ ജലം. പിണ്ടനന്ദിയിൽ പറയുമ്പോൾ എന്ത് പറയുന്നു? നമ്മുടെ ശരീരം 5 സാധനങ്ങൾ ചേർത്താണ് നിർമ്മിച്ചിരിക്കുന്നത് ഇല്ലേ? ഏതൊക്കെയാണ് പഞ്ചഭൂതങ്ങൾ? 5 എന്തൊക്കെയാണെന്നറിയാലോ? ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം അല്ലേ? പിണ്ടനന്ദിയിൽ പറയുന്നില്ല എന്തൊക്കെയായിരുന്നു? മണ്ണും ജലം കനലും അമ്പരമൂടു കാറ്റും എണ്ണിപ്പിടിച്ച് അറയിലിട്ടെറിയും കൊളുത്തി. അപ്പൊ അവിടെ മണ്ണ് എന്ന് തന്നെയാ പറയുന്നത്. മണ്ണ്, ജലം, കനല്, അമ്പരം, കാറ്റ്. ഇവിടെ വന്നപ്പോ ഭാഷ മാറി. ഇവിടെ എന്ത് പറയുന്നു? നിലമോട് നീരതുപോലെ കാറ്റ് തീയും വെളിയും അഹങ്കൃതി വിദ്യയും മനസ്സും. എന്ന് വെച്ചാല് എല്ലാം എന്തായി മാറി? ഈശ്വരനായിട്ട് മാറി. അത് വേറൊരിടത്ത് ഗുരു എങ്ങനെ പറഞ്ഞു? മീനായതും ഭവതി മാനായതും ജനനേ നീനാഗവും നഖഗം താനായതും ധര നദീനാരിയും നരനുമാനാക്കവും നരകവും നീനാമരൂപമതിൽ നാനാവിധ പ്രകൃതിമാനായി നിന്നറിയും ജ്ഞാനായതും ഭവതി ഹേ നാദരൂപിണിയഹോ നാടകം നിഖിലവും. എല്ലാത്തിൻ്റെ ലിസ്റ്റ് തന്നു. ഒരാളുടെ പോലും പേരവിടെ വിട്ടുപോയിട്ടില്ല അല്ലേ? മീനായതും മാനായതും പക്ഷിയായതും പറവയായതും നരനായതും നാരിയായതും എല്ലാവരും തന്നെയാണ്. അമ്മ തന്നെയല്ലേ? എന്ന് വെച്ചാൽ ഈശ്വരനല്ലാതെ ഇവിടെ ഒന്നും
ഇല്ല കുഞ്ഞെ, ഈശാവാസ്യമിതം സർവം യത്കിഞ്ച ജഗത്യാൻ ജഗത് തേന തെക്തേന ഭുഞ്ചീത. ഈശാവാസ്യ ഉപനിഷത്ത് അതിന്റെ മലയാള തർജ്ജിമയിൽ ഗുരു പറയുന്നുണ്ട്, ഈശൻ ഈശാവാസ്യമിതം സർവം, ഈശൻ ജഗത്തിലെല്ലാം ആവസിക്കുന്നത് കൊണ്ട് പറഞ്ഞു ചരിക്ക നീ മുക്തനായി ആശിക്കരുതാരുടെയും ധനം. അപ്പൊ നമ്മൾ ചൊല്ലുന്നതാണല്ലേ. അപ്പൊ ഇവിടെ ഈശ്വരനെ ഒരു ഈശ്വര അനുഭൂതിയിലുണ്ടായ ഋഷി ആയ ഗുരു ഇവിടെ ഉണർന്നു പാടിയതാണ് ആത്മോപദേശ ശതകം എന്ന് പറഞ്ഞാൽ ആ പരയുടെ പാലു നുകർന്ന ഭാഗ്യവാന്മാർക്ക് 10,000 ആണ്ട് ഒരല്പനേരം എന്ന് പറയല്ലേ, പരയുടെ പാല് നുകർന്ന ഭാഗ്യവാനായ ഗുരു ഇവിടെ നമ്മളോട് പറയുകയാണ്, ഇവിടെ കുഞ്ഞെ ഈശ്വരനല്ലാതെ വേറൊന്നുമില്ല കേട്ടോ. ഇവിടെ എന്ത് മാത്രമേ ഉള്ളൂ? നീ കാണുന്നതിലെല്ലാം ആരായിരിക്കുന്നത്? ഭഗവാന്റെ ചൈതന്യമില്ലാത്ത ഒന്നുമില്ലാവെന്ന് പഠിപ്പിച്ചു തന്ന ഒരു ഗുരുവാണ്. അത് തന്നെയാണ് ഗുരു പറയുന്ന ദർശനം, ഗുരുവിന്റെ ദർശനം. അദ്വൈതം രണ്ടില്ല, എല്ലാത്തിലും ആരെ കണ്ടോണം? ഭഗവാനെ കണ്ടോണം അല്ലെ. അപ്പൊ തന്നാൽ കരയേണ്ടവരെത്ര പേരോ താഴത്ത് പാഴ്ചേറിൽ അമർന്നിരിക്കെ താൻ ഒറ്റയിൽ ബ്രഹ്മപദം കൊതിക്കും തപോനിധിക്കെന്തൊരു ചാരിതാർത്ഥ്യം എന്ന് പറയും. കാരണം തന്നാൽ കരേണ്ടവരായിട്ട് എത്രയോ ജനങ്ങള് ഇവിടെ പാഴ്ചേറിൽ അമർന്ന് കിടക്കുമ്പോൾ താൻ അനുഭവിച്ച ആത്മാനന്ദ രസത്തിന്റെ നിർവൃതിയിൽ അങ്ങനെ അവിടെ ഇരിക്കാൻ ആർക്ക് സാധിച്ചില്ല? നാരായണ ഗുരുദേവന് പറ്റിയില്ല. അതുകൊണ്ട് ഗുരു എന്ത് ചെയ്തു? എല്ലാവരിലേക്കും ഇറങ്ങി വന്ന് നമുക്ക് എന്താണോ വേണ്ടത് അത് തന്നു അല്ലേ. അപ്പൊ പറഞ്ഞല്ലോ, ആദ്യം നമുക്ക് ആരെ തന്നു? ശിവനെ തന്നു അല്ലേ. ശിവനെ തന്നത് എന്തിനാണ്? നന്മയുടെ മംഗളത്തിന്റെ സ്വരൂപമായിരിക്കുന്ന നമ്മുടെ ഉള്ളിൽ തന്നെ ഇരിക്കുന്ന ചൈതന്യമായ ശിവനെ നമുക്ക് തന്നു. അതുകൊണ്ട് നിർത്തിയോ? എന്ത് മനസ്സിലാക്കി? ക്ഷേത്രം മാത്രം പോരാട്ടോ, പിന്നെ എന്ത് വേണം? ആ ക്ഷേത്രത്തിൽ പോയിരുന്ന് നമുക്ക് നല്ല പ്രാർത്ഥനകളൊക്കെ ചെല്ലണ്ടേ, ഭഗവാനെ സ്തുതിക്കണ്ടേ? അതിന് 64-65 വരുന്ന കൃതികൾ നമ്മുടെ കയ്യിലേക്ക് തന്നു. അതിൽ നമ്മൾ എത്രണ്ണം ചൊല്ലാറുണ്ട്? നിങ്ങൾ സത്യസന്ധമായിട്ട് പറ, എത്രണ്ണം ചൊല്ലാറുണ്ട്? ഗുരുവിൻ്റെ കൃതികൾ ചൊല്ലാറുണ്ടല്ലോ അല്ലേ. വിനായകാഷ്ടകം എന്തായാലും എല്ലാവരും ചൊല്ലും. കാരണം ഗണപതിയെക്കുറിച്ച് ഗുരു എത്ര കൃതിയെ എഴുതിയിട്ടുള്ളൂ? ഒരു കൃതിയേ ഉള്ളൂ. ഇനി ദേവീ സ്തുതികളിലേക്ക് വന്നാൽ നമ്മൾ എത്രണ്ണം ചൊല്ലും? ചണ്ഡി നവരത്നമഞ്ജരി ചൊല്ലും. പിന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു കൃതി ചൊല്ലണമെന്ന് ഗുരു പറഞ്ഞിട്ടില്ലായിരുന്നോ? രാവിലെ എഴുന്നേറ്റാലേ ഈ കൃതി ചൊല്ലിയാൽ നിങ്ങളുടെ വീട്ടിൽ നിന്ന് എല്ലാ തരത്തിലുള്ള രോഗാദി ദുരിത ദുഃഖങ്ങളൊക്കെ മാറ്റുന്ന ഒരു കൃതിയുണ്ട് കേട്ടോ. ആ കൃതിയുടെ പേരാണ് ഭദ്രകാളി അഷ്ടകം. അത് നമ്മൾ ചൊല്ലുവോ? എന്നുവെച്ചാൽ സംസ്കൃതത്തിൽ വരുന്ന കൃതിയൊക്കെ വരുമ്പോൾ നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടല്ലേ. അപ്പം സംസ്കൃത ഭാഷയോട് ഗുരുവിന് വളരെ സ്നേഹമായിരുന്നു. പറയാറുണ്ട്, മൂലൂർ ഭവനത്തിൽ തൃപ്പാദങ്ങൾ ചെല്ലുന്ന സമയത്ത് തൃപ്പാദങ്ങളുടെ പാദങ്ങളിൽ വന്ന് അവിടെ വളർത്തിയിരുന്ന ഒരു നായ വന്ന് നമസ്കരിക്കുമായിരുന്നു എന്നാ. അപ്പം ഗുരു ആത്മകഥം എന്നോണം പറയുമായിരുന്നു, അവൻ സംസ്കൃതം പഠിച്ചിട്ടൊന്നുമില്ല, പക്ഷെ കേട്ടതിൻ്റെ സംസ്കാരമാണ്. അപ്പം നമ്മൾ സംസ്കാരമുള്ളവരായിട്ട് മാറാൻ സംസ്കൃത ഭാഷ, അതിനി സംസ്കൃത ഭാഷയായിട്ട് പഠിച്ചില്ലെങ്കിൽ പോലും എന്ത് ചെയ്താൽ മതി? ഗുരുവിൻ്റെ കൃതികൾ ചൊല്ലിയാൽ മതി. പിന്നെ ഗുരുവിൻ്റെ കൃതികൾ എന്ന് പറയുന്നതെല്ലാം ഈ അമൃത സമാനമാണ്. കാരണം നല്ല രോഗത്തിനൊക്കെ പറ്റിയ ഔഷധമാണ് കേട്ടോ. നല്ല ശുദ്ധമായിട്ട് അല്ലെ ചൊല്ലേണ്ടതുപോലെയൊക്കെ ഗുരുവിൻ്റെ കൃതികൾ ചൊല്ലിയാൽ നമുക്ക് നല്ല കപ്പാസിറ്റി കിട്ടും ഹാർട്ടിനൊക്കെ. ഗുരുവിന്റെ കൃതികൾ ചൊല്ലി നോക്കിയാൽ മതി. നമോ നാദ ബിന്ദുആത്മികേ നാശഹീനേ നമോ നാരദാദിഡ്യപാദാരവിന്ദേ നമോ നാൻ മറയ്ക്കും മണിപ്പൂം വിളക്കേ നമോ നാൻ മുഖാതിപ്രിയാംബ നമസ്തേ. അത്ര ഒരു ശ്വാസ നിയന്ത്രണത്തിൽ ചൊല്ലിയുള്ള ഗുണം എന്താണ്? നമുക്ക് ഹാർട്ട് അറ്റാക്ക് വരാതിരിക്കും. കാരണം ഗുരുവിൻ്റെ കൃതികൾ അത്ര പെട്ടെന്നൊന്നും ചൊല്ലിപ്പോകാനായിട്ട് പറ്റില്ല അല്ലേ. ഓം
ഓം ഓം ഹോമധൂമ പ്രകട തട ജടാകോടി ഭോഗി പ്രപൂരം. പറയില്ലേ ബാഹുലേയ അഷ്ടകം. അപ്പൊ ഇതെന്തിനാ പറയുന്നത് ചോദിച്ചാൽ, നമ്മൾ ഔഷധം പോലെ എന്ത് സേവിക്കണം? ഗുരുവിൻ്റെ കൃതികളെ സേവിക്കണം. അപ്പൊ ഗുരുവിൻ്റെ കൃതികൾ അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ, സേവിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ശരീരത്തിനും മനസ്സിനും പറ്റിയ നല്ല ഔഷധ സമാനമായിട്ടുള്ള കൃതികളാണ് അവിടെ അമൃത കുംഭങ്ങളായിട്ട് നിറച്ചു വെച്ചിരിക്കുന്നത്. അതിൽ നിന്ന് കുറച്ചെങ്കിലും എടുത്ത് സേവിക്കാനുള്ള ഒരു മനസ്ഥിതി നമ്മൾ കാണിക്കേണ്ടതായിട്ടുണ്ട്, ഇല്ലേ? ഇപ്പൊ ഗുരുക്ഷേത്രത്തിലൊക്കെ വന്നു കഴിഞ്ഞാൽ വെറുതെ ഇരിക്കേണ്ട ആവശ്യമില്ലല്ലോ. നമുക്കവിടെ ഇരുന്ന് എന്ത് ചെയ്യില്ലാം? ഗുരുദേവ കൃതികളൊക്കെ ചെല്ലാം. അതുപോലെ തന്നെ കാണുന്ന ഒരു ടെൻഡൻസിയാണ് ഗുരുദേവ അല്ലെങ്കിൽ നാമാവലി, ഗുരുപുഷ്പാഞ്ജലി മന്ത്രം ഉണ്ടല്ലേ? എത്ര എണ്ണം ഉണ്ട്? 108 മന്ത്രം ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ നമ്മളിപ്പോഴും എത്ര മന്ത്രത്തെ നിർത്തിയിരിക്കുകയാണ്? ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ബാക്കി ആര് ചൊല്ലും? ബാക്കി ശാന്തി അവിടെ നിന്ന് ചൊല്ലും. നമ്മൾ ഏറ്റു ചൊല്ലും ഓം ശ്രീനാരായണ പരമ ഗുരവേ നമഃ. ഇനി എന്ന് പഠിക്കാനിരിക്കുമോ നമ്മൾ ഈ മന്ത്രങ്ങളൊക്കെ? കാരണം 108 എന്ന് പറയുന്ന സംഖ്യയ്ക്ക് തന്നെ വെറുതെ അല്ല കേട്ടോ. എല്ലാ ദേവീദേവന്മാരുടെയും നാമാവലി എടുത്താൽ അഷ്ടോത്തര ശതനാമാവലി എന്ന് വെച്ചാൽ 108 എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം 108 എന്ന് പറയുന്ന സംഖ്യയ്ക്ക് തന്നെ വളരെ പ്രാധാന്യമുണ്ട്. 108. അപ്പോൾ 1 8 9 എന്ന് പറയുന്ന ഒരു സംഖ്യയാണ് അതിൻ്റെ തുകയായിട്ട് വരുന്നത്. ഈ 9 എന്ന് പറയുന്ന സംഖ്യയ്ക്ക് ബ്രഹ്മസംഖ്യ എന്ന് പറയും. എന്ന് വെച്ചാൽ അതിൻ്റെ മൂല്യത്തെ കുറയ്ക്കാനും പറ്റില്ല, കൂട്ടാനും പറ്റില്ല. ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ 9 × 1 9, 9 × 2 18, 1ഉം 8ഉം കൂടെ ചേർത്താൽ 9, 9 × 3 27, 2ഉം 7ഉം കൂടെ ചേർത്താൽ 9, 9 × 4 36, 3ഉം 6ഉം കൂടി ചേർന്നാൽ അപ്പൊ ഈ 9 എന്ന് പറയുന്നത് ബ്രഹ്മസംഖ്യയാണ്. ആ സംഖ്യയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈശ്വരനെ സ്തുതിക്കുമ്പോൾ നാമാവലിയിലെല്ലാം 108 മന്ത്രങ്ങളാണ്. അങ്ങനെയുള്ളൊരു നാമാവലി നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട് ചൈതന്യസ്വാമികൾ ഇത്ര സുന്ദരമായിട്ട് ഗുരു ആരാണെന്നുള്ള ചോദ്യത്തിന് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതിനുള്ള ഉത്തരം പറയുന്നത് എന്താണ്? സംസാരതാപ ശമനായ നമഃ. സംസാരത്തിൻ്റെ, ഈ ലോകത്തിൻ്റെ എല്ലാ തരത്തിലുള്ള ദുഃഖത്തെ ശമിപ്പിക്കുന്നവനായ നാരായണ ഗുരുവിനായിക്കൊണ്ട് നമസ്കാരം. കാരണം ഈ ലോകത്തിന് 3 തരത്തിലുള്ള ദുഃഖങ്ങളുണ്ടല്ലോ. ആദി ഭൗതിക ദുഃഖം, ആദി ദൈവിക ദുഃഖം, ആധ്യാത്മിക ദുഃഖം. ഈ 3 ദുഃഖങ്ങളില്ലാത്ത നമ്മൾ ആരും ഇല്ല. ഒന്നെങ്കിൽ നമുക്ക് രോഗങ്ങൾ കൊണ്ട് ദുഃഖം വരും. പിന്നെ പഞ്ചഭൂതങ്ങളിൽ നിന്ന് കാറ്റായിട്ടും മഴയായിട്ടും തീയായിട്ടും വെള്ളപ്പൊക്കമായിട്ടും ഒക്കെ നമുക്ക് പഞ്ചഭൂതങ്ങളിൽ നിന്ന് ദുഃഖം ഉണ്ടാകും. പിന്നെ അകാരണമായി അപ്രതീക്ഷിതമായിട്ടുണ്ടാകുന്ന അപകടങ്ങൾ ഉണ്ടാകും, അല്ലേ? ഇതൊക്കെ ദുഃഖമല്ലേ? അപ്പൊ ഈ ദുഃഖമൊക്കെ അകറ്റാൻ കഴിയുന്ന ആരെ കൊണ്ടാണ്? ആ ഗുരുവിനെ കൊണ്ട് കഴിയൂന്നാണ്. അതാണ് സംസാരതാപ ശമനായ നമഃ. കാരണം നമുക്കിപ്പോഴും തെറ്റിദ്ധാരണയാണ് ഗുരുവിൻ്റെ മേളിലാണ് ദേവീദേവ സങ്കല്പം നമ്മളെല്ലാവരും വെച്ചിരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല. ഒരു ഗുരുവിന് മാത്രമേ ആത്യന്തികമായിട്ടൊരു ജീവനെ സംസാര സാഗരത്തിൻ്റെ മറുകര കടത്താനായിട്ട് സാധിക്കുള്ളൂ എന്നാ. ഇപ്പം നിങ്ങൾ ഇവിടെ ഓതറക്കാരിരുന്ന് ഈ പ്രഭാഷണം കേൾക്കുന്നുണ്ടെങ്കിൽ ഇത് ഓതറക്കാർ മാത്രമല്ല കേൾക്കുന്നത്, പിന്നീട് ഇത് എത്രയോ പേരിലേക്ക്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അനീഷും അമ്പിളി ഇവിടെ വന്നിരുന്ന് ഇത് റെക്കോർഡ് ചെയ്ത് എത്രയോ പേരിലേക്ക് ഇത് എത്തുന്നുണ്ട്. അപ്പം അമ്പിളിക്ക് ഇതുപോലെ സംസാരതാപ ശമനായിട്ട് നാരായണ ഗുരുദേവൻ വന്ന കഥയൊക്കെ നിങ്ങൾക്ക് അറിയാം. അമ്പിളിക്ക് ആക്സിഡന്റ് ഉണ്ടായി, അല്ലേ? അപ്പോൾ ആക്സിഡന്റ് ഉണ്ടായി ആ കുട്ടി ഒരിക്കലും ഇതുപോലെ ഇരിക്കുമെന്ന് ആരും കരുതിയതല്ല. അവിടുന്ന് ആരാണ് കൈപിടിച്ച് കൊണ്ടുവന്നത്? നാരായണ ഗുരു എന്ന് പറയുന്ന, അല്ലെ, സംസാര താപ ശമനനായ ഭഗവാൻ അറിയാം ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്ത് തീർക്കാനുണ്ട് കേട്ടോ. അങ്ങനെയൊന്നും അങ്ങോട്ട് പോകാനായിട്ട് പറ്റില്ല, അല്ലെ? അങ്ങനെ വെറുതെ ഇരിക്കേണ്ട ആളല്ല എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മളെ അറിയുന്ന ഗുരുവിനെ പോലെ നമ്മളെ ഇത്രത്തോളം ചേർത്ത് വയ്ക്കുന്ന, ഇത്രത്തോളം നമ്മളോട് കാരുണ്യം കാട്ടിയ ഒരു മഹാഗുരു, ആ മഹാഗുരുവിനെ മറന്നിട്ട് നമ്മൾ എവിടെ പോയാലും രക്ഷപ്പെടില്ല കേട്ടോ. കാരണം ഞാനും നിങ്ങളും ഇന്ന് വലിയ അമ്പലങ്ങളിൽ പോകും, വലിയ വലിയ ക്ഷേത്രങ്ങളിൽ പോകും,
എല്ലാ ദേവതയെ ഉപാസിക്കും. ഇതിനൊക്കെ നമുക്ക് സത്യത്തിൽ ആരാ ഒരു മൂലകാരണമായി തീർന്നത്? ആരാണ്? ഗുരുവാണ്. അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് 1888 ശിവരാത്രിക്കാണ്. അതുവരെ കഷ്ടം ദീനം പിടിച്ചും മതിരയത് കുടിച്ചും കിടന്ന എന്നെയും നിങ്ങളെയും നമ്മുടെ പൂർവ്വപിതാക്കന്മാരെ അവിടുന്ന് പിടിച്ചു കൊണ്ടുവന്ന് നല്ല ഒരു മൂർത്തിയെ തന്ന് ആരാധിക്കാൻ സ്തോത്രങ്ങൾ തന്നു, ക്ഷേത്രങ്ങൾ തന്നു. പിന്നീടോ പറഞ്ഞു, ഇനി ക്ഷേത്രങ്ങളല്ല വേണ്ടത്, വിദ്യാലയങ്ങളാണ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. ഇപ്പം നമ്മുടെയൊക്കെ ക്ഷേത്രങ്ങളോട് ചേർന്ന് ഗുരു പ്രതിഷ്ഠ നടത്തിയ മിക്ക ക്ഷേത്രങ്ങളോടും ചേർന്ന് വിദ്യാലയങ്ങളുണ്ടാവും. ഇപ്പം നിങ്ങൾ എറണാകുളം റൂട്ട് പോകുമ്പോൾ പൂത്തോട്ട എന്ന് പറയുന്ന, പുത്തൻകാവ് എന്നാണ് ആ സ്ഥലപ്പേര്, അവിടെ ഒരു ക്ഷേത്രമുണ്ട്. നാരായണ ഗുരുദേവൻ പ്രതിഷ്ഠ നടത്തിയതാണ്. ആരെങ്കിലും പോയിട്ടുണ്ടോ? ഇവിടെ ഇരിക്കുന്നതിൽ ആരെങ്കിലും പോയിട്ടുണ്ടോ? ഏതായാലും ആരും പോയിട്ടില്ല. ഇനി എപ്പോഴെങ്കിലും ആ റൂട്ടിൽ പോകുമ്പോൾ പുത്തൻകാവ് അല്ലെ പൂത്തോട്ട ശ്രീനാരായണ വല്ലഭ ക്ഷേത്രത്തിൽ നിങ്ങളൊന്ന് കയറണം. കാരണം നാരായണ ഗുരുദേവൻ ഇവിടെ പ്രതിഷ്ഠ ചെയ്യാൻ വരുന്ന സമയത്ത് ആ നാട്ടിലുള്ള ജനങ്ങൾ 2 വിഭാഗമായിട്ട് നിന്നുന്നാ. ഒരു കൂട്ടർ പറഞ്ഞു ഞങ്ങൾക്ക് ശിവനെ മതി, ഒരു കൂട്ടർ പറഞ്ഞു സുബ്രഹ്മണ്യനെ മതി. ഇപ്പം ആരെ പ്രതിഷ്ഠിക്കും? നിങ്ങളുടെ ഒരു കൺസെപ്റ്റിൽ ആരെയായിരിക്കും ഗുരു പ്രതിഷ്ഠിച്ചത്? ശിവനാണോ സുബ്രഹ്മണ്യനാണോ? അച്ഛൻ പറയുന്നു സുബ്രഹ്മണ്യനെയാണ്. നിങ്ങളെന്താ പറയുന്നത്? എന്തായാലും പ്രതിഷ്ഠിച്ചത് ശിവനെയാട്ടോ. ശിവലിംഗം പ്രതിഷ്ഠിച്ചിട്ട് നമ്മളെ ഗുരുവിൻ്റെ ദർശനത്തെ പറയാൻ വേണ്ടിയാണ്. ശിവൻ സുബ്രഹ്മണ്യൻ എന്നൊക്കെ പേരുകളൊക്കെ പോട്ടെ, പക്ഷെ ഗുരു പറഞ്ഞ എന്താണെന്നറിയാവോ? ഇപ്പം ശിവനെ പ്രതിഷ്ഠിച്ചിട്ട് പറഞ്ഞു, കുംഭമാസത്തിലെ പൂയനാളിൽ ശിവലിംഗത്തെ ആരായിട്ട് കണ്ടോളൂ? സുബ്രഹ്മണ്യനായി കണ്ട് അഭിഷേകം നടത്തിക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട് പുറകിലേക്ക് വാതിലുള്ള ഒരു ക്ഷേത്രമാണ് പൂത്തോട്ട ശ്രീനാരായണ വല്ലഭ ക്ഷേത്രം. അതിലൊക്കെ ഉപരിയായിട്ട് ഗുരുവിടെ പ്രതിഷ്ഠ കഴിഞ്ഞിട്ട്, അപ്പം അതാ പറഞ്ഞത്, ആൾക്കാരിങ്ങനെ വളരെ വിപ്ലവകാരികളായിട്ട് 2 മൂർത്തികളുടെ പേരിൽ തല്ലുകൂടിക്കൊണ്ട് നിൽക്കുമ്പോൾ ഗുരു നിസാരമായിട്ട് ആ പ്രശ്നത്തെ ഇല്ലാതാക്കി അല്ലേ? ശിവനെ പ്രതിഷ്ഠിച്ച് പറഞ്ഞു, ശിവനെ ആരായിട്ട് കണ്ടോളൂ, നമുക്ക് വല്ല പ്രശ്നമുണ്ടോ? ഇപ്പൊ ശിവക്ഷേത്രത്തിൽ പോയി മുരുകാന്ന് വിളിച്ചുകൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. അവർ തമ്മിലൊക്കെ എപ്പോഴേ കോംപ്രമൈസാണ്. നമുക്ക് പക്ഷെ ഇപ്പോൾ ഒരു സംശയമാണ്, കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോയിട്ട് അയ്യോ ശിവാന്ന് വിളിച്ചു പോയല്ലോ, അല്ല ശിവക്ഷേത്രത്തിൽ പോയി മുരുകാന്ന് വിളിച്ചു പോയല്ലോ. ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. കാരണം നാരായണ ഗുരുദേവൻ നമ്മളെ പഠിപ്പിച്ചത് അതാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അർക്കബിംബമൊരാറുദിച്ചുയരുന്ന പോലെ വിളങ്ങിടും. ബാക്കി ചൊല്ലിക്കേ. തൃക്കിരീട ജടക്കിടക്കരവങ്ങളമ്പിളി തുമ്പയും ദുഷ്കൃതങ്ങളകറ്റുവാനൊഴുകിടുമമ്പരഗംഗയും ഹൃത്കുരുന്നിലെനിക്കു കാണണം. എപ്പോഴും ഗൂഹനം ചെയ്യുന്നവനെ, രക്ഷിക്കുന്നവനെ എനിക്ക് എപ്പോഴും കാണാൻ സാധിക്കണം. അപ്പൊ ആ വരികൾ ശ്രദ്ധിച്ചറിയാം. അർക്കബിംബം ഒരാറുദിച്ചുയരുന്ന പോലെ വിളങ്ങിടം തൃക്കിരീട ജടക്കിടയ്ക്ക് അരവങ്ങൾ അമ്പിളി തുമ്പ ആകാശഗംഗ. അങ്ങനെ ഒരു മുരുകനെ നമ്മൾ കണ്ടിട്ടില്ല. ഇതൊക്കെ ആരിലാ കണ്ടിരിക്കുന്നത്? ശിവനിലാണല്ലേ. അപ്പൊ ഗുരു എന്താ പഠിപ്പിച്ചു തരുന്നത്? 2 രീതി നമുക്കവിടെ അർത്ഥം പറയാം. അച്ഛൻ്റെ ഗുണങ്ങളൊക്കെ ആരിലും ഉണ്ടാവും, മകനിലും ഉണ്ട്. അതൊരു ന്യായമാണ്. ഇനി രണ്ടാമതൊരു ന്യായം പറഞ്ഞാലോ, ബ്രഹ്മത്തിന് രൂപവും ഭാവവും ഒന്നും ഇല്ല. അപ്പം ശിവന്റെ ഗുണങ്ങൾ പറഞ്ഞാലും മുരുകന്റെ ഗുണങ്ങൾ പറഞ്ഞാലും എല്ലാം അത് ഒന്നിലേക്ക് തന്നെയാണ്. പല വഴിയിലൂടെ പോയാലും ചെന്ന് എത്തിച്ചേരുന്നത് ഒരേ സ്ഥലത്തേക്ക് തന്നെയാണെന്നുള്ള ഗുരുവിൻ്റെ ദർശനം അവിടെ ഊട്ടി ഉറപ്പിച്ചുകൊണ്ടാണ് പൂത്തോട്ടയിൽ ശിവലിംഗത്തിൽ ആരെ കണ്ടോളാൻ പറഞ്ഞത്? മുരുകനെ കണ്ടോളാം അല്ലേ. അവിടുന്ന് ഗുരു പ്രതിഷ്ഠ നടത്തിയിട്ട് ഇറങ്ങി വരുന്ന സമയത്ത് ഗുരുവിൻ്റെ തല ഇങ്ങനെ ഒന്ന് മുട്ടിയെന്നാണ്. ഇപ്പം ഗുരു പറഞ്ഞു അത്രേ, ഇവിടെ ഒരു മുട്ടും ഉണ്ടാവില്ല. നമ്മൾ അത്ഭുതപ്പെട്ടു പോകും കേട്ടോ. ഒന്ന് ചെന്ന് കാണണം അവരുടെ സമ്പത്തിൻ്റെ വിവരങ്ങൾ, അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. അതായത് നേഴ്സറി സ്കൂൾ മുതൽ LLB കോളേജ്, BEd കോളേജ്, ഇതെല്ലാം ഒരു കോമ്പൗണ്ടിൽ അല്ലെ ഒരു ക്ഷേത്ര അല്ലെങ്കിൽ ഒരു യൂണിയൻ്റെ അണ്ടറിലല്ല എന്ന് മനസ്സിലാക്കണം. ഒരു ശാഖയുടെ അണ്ടറിൽ ഇത്രയും സ്ഥാപനങ്ങൾ നടക്കുമ്പോൾ
അവിടുത്തെ പ്രധാന സൗഭാഗ്യമായി നിൽക്കുന്ന ഒരു വസ്തുതയുണ്ട്. അവിടെ വലതുവശത്ത് ഒരു ചെറിയൊരു ഹാളുണ്ട്. എല്ലാ ഞായറാഴ്ചയും രവിവാര പാഠശാല നടക്കുന്നത് ആ ഹാളിലാണ്. എല്ലാ മാസത്തിലെയും ചതയത്തിൻ്റെ പ്രഭാഷണം നടക്കുന്നത് ആ ഹാളിലാണ്. അവിടെ ഒരു ഗുരുവിൻ്റെ പ്രതിമ ഇരിപ്പുണ്ട്. ഞാൻ പലപ്പോഴും പല വേദികളിലും പറഞ്ഞിട്ടുണ്ട്. കേൾക്കാത്തവർക്കും അറിയാവും മേലാത്തവർക്കുമായിട്ട് വീണ്ടും വീണ്ടും പറയുകയാണ്. എൻ്റെ ജീവിതത്തിൽ ഇത്രയും സുന്ദരനായ, ഇത്രയും ചൈതന്യമുള്ള ഒരു ഗുരുവിനെ, കാരണം ആ ഗുരുവിൻ്റെ പ്രതിമ എന്ന് പറയുന്നതും ഒരു പ്ലാസ്റ്റർ ഓഫ് പാരീസ് കൊണ്ടുള്ളൊരു പ്രതിമയാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ആ പ്രതിമ സത്യത്തിലൊരു ശാഖക്കാർ ഉപേക്ഷിച്ച പ്രതിമയാണ്. അവരുടെ ക്ഷേത്രത്തിൽ പഞ്ചലോഹം പ്രതിഷ്ഠിക്കുന്ന സമയത്ത് പഴയ വിഗ്രഹത്തെ എന്ത് ചെയ്യും? നിമഞ്ജനം ചെയ്യും അല്ലേ? അങ്ങനെ വെള്ളത്തിലേക്ക് ഒഴുക്കാനായിട്ട് 4-5 പേര് ഒരു വള്ളത്തിൽ ഗുരുവിൻ്റെ പ്രതിമയായിട്ട് ഇങ്ങനെ വരുന്ന സമയത്ത് ഇവർക്കിത് ഒഴുക്കാനൊന്നും, ഇപ്പം നമ്മുടെ വീട്ടിൽ നിസ്സാരം, ഞാൻ എൻ്റെ അനുഭവം പറയുന്നത്, ഇപ്പോൾ ഒരു നോട്ടീസിൽ ഗുരുവിൻ്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ നമുക്കത് എന്ത് ചെയ്യണമെന്ന്, അയ്യോ കത്തിക്കാവോ അല്ലേ? അല്ലാതെ വേറെ എവിടെയും വെച്ചാൽ അത്രയും നമ്മൾ ഗുരുവിനെ ഇങ്ങനെ നെഞ്ചിലേറ്റിയത് കൊണ്ട് തന്നെ നമ്മളത് ശുദ്ധമായ സ്ഥലത്തേ വെക്കുകയുള്ളൂ. ഒരു ഫോട്ടോ ഉള്ളൊരു പേപ്പർ പോലും നമ്മളിപ്പോൾ എടുത്ത് മറ്റ് പേപ്പറുകളൊക്കെ കത്തിക്കുന്ന കൂട്ടത്തിലാണെങ്കിൽ ഇതെടുത്ത് നമ്മൾ മാറ്റി വെക്കും അല്ലേ? അപ്പോൾ അങ്ങനെ ഈ ഗുരുവിൻ്റെ പ്രതിമ അവർക്കവിടെ ഉപേക്ഷിക്കാനായിട്ട് മനസ്സ് വരാതെ രാത്രിയിൽ മുഴുവൻ വള്ളത്തേൽ ഇങ്ങനെ ഈ പ്രതിമയായിട്ട് നടക്കുവാണ്. അപ്പോൾ പറഞ്ഞു, ഇനിയിപ്പോൾ നേരം വെളുക്കാറായില്ലേ, ഇതിങ്ങനെ കൊണ്ടു നടന്നാൽ മതിയോ, നിമഞ്ജനം ചെയ്യണ്ടേ എന്ന് പറഞ്ഞ് പൂത്തോട്ട ആറാട്ടുകടവിലേക്ക്, നല്ല താഴ്ചയുള്ള പ്രദേശമാണ്, അങ്ങോട്ടേക്ക് ഇത് താഴ്ത്തിന്നാണ്. പക്ഷേ പിറ്റേ ദിവസം ആൾക്കാർ കണ്ടത് വെള്ളത്തിൽ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഗുരുവിനെയാണ്. ആ പ്രതിമയാണ് ഈ രവിവാര പാഠശാല നടക്കുന്ന ഹാളിൽ ഇരിക്കുന്നത്. അപ്പം ഞായറാഴ്ച ദിവസമാണ്, നിങ്ങൾക്ക് കാണാം ആ ഹാളിൽ രവിവാര പാഠശാല. അത് കുട്ടികളൊക്കെ ഇഷ്ടം പോലെ കുട്ടികളുണ്ട്. ആ കുട്ടികളൊക്കെ വെറുതെ വന്ന് പഠിച്ചിട്ട് പോവുമല്ല, അവർക്ക് രാവിലെ ഉണ്ണിയൂട്ടെന്നൊക്കെ പറഞ്ഞ് ഭക്ഷണമൊക്കെ കൊടുത്ത് അവരുടെ ശരീരമൊക്കെ അല്ല വയറൊക്കെ നിറച്ചിട്ടാണ് അവിടുന്ന് സംതൃപ്തരായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഗുരുവിനെ അറിയണമെങ്കിൽ നമ്മൾ ആദ്യമേ പറഞ്ഞല്ലോ, എവിടം മുതൽ തുടങ്ങണമായിരുന്നു? ഗർഭകാലം മുതൽ 6 വയസ്സിനുള്ളിൽ ആദ്യത്തെ ഒരു വിത്ത് ഇട്ട് കൊടുക്കണം. ഗുരു എന്നുള്ളൊരു കൺസെപ്റ്റ് നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ പൂത്തോട്ട പോലെയുള്ള ക്ഷേത്രങ്ങളുടെ ഒരു പ്രധാന അവരുടെ മാതൃകയാക്കേണ്ടത് രവിവാര പാഠശാല തന്നെയാണ്. കാരണം അവിടുന്ന് പഠിച്ചിറങ്ങുന്ന ഓരോ കുട്ടിയും വിദ്യാഭ്യാസപരമായിട്ടാകട്ടെ സാംസ്കാരികമായിട്ട് ഉള്ള ഒരു നിലവാരത്തിലേക്ക് എത്രത്തോളം ഉയരുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ അടിസ്ഥാന കാരണമായിട്ട് അവിടെ ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നത് ഈ രവിവാര പാഠശാല തന്നെയാണ്. നമ്മുടെ എല്ലാ ഗുരുക്ഷേത്രങ്ങളിലും എന്തുണ്ടാവണം? ഇവിടെയുണ്ടോ? ഞങ്ങൾക്ക് അങ്ങനെയുള്ള അഹങ്കാരമൊന്നും ഇല്ലയെന്നാണ് നിങ്ങളുടെ ഇരിപ്പ് കാണുമ്പോൾ എനിക്ക് അങ്ങനെയുള്ള അഹങ്കാരമൊക്കെ നമുക്ക് വേണം കേട്ടോ. ചില കാര്യങ്ങളിലൊക്കെ നമ്മൾ അഹങ്കരിക്കുന്നത് നല്ലതാണ്. ഇപ്പം ഞാനൊക്കെ എപ്പോഴും പറയും, ഞങ്ങളുടെയൊക്കെ വലിയ അഹങ്കാരമാണ് 63-ാം നമ്പർ ശാഖയാണ്. കാരണം എന്താ? ഗുരു നേരിട്ട് തന്ന സർട്ടിഫിക്കറ്റുള്ള ശാഖയായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് എപ്പോഴും അതിലൊക്കെയാണ് നമ്മൾ അഹങ്കരിക്കേണ്ടത്. അപ്പം ഇവിടെ എന്ത് വേണം? തീർച്ചയായിട്ടും രവിവാര പാഠശാല ഉണ്ടാവണം. പാഠശാല നടത്തിയാൽ മാത്രം പോരാ, നടത്തിയാൽ മാത്രം പോരാ, അവിടെ ആര് വരണം? കുട്ടികൾ വരണം. ഈ മിക്ക നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ ഒരു ടെൻഡൻസി വെച്ചിട്ട് പറയുകയാണെങ്കിൽ ഞായറാഴ്ചയൊക്കെ ആയാൽ കുട്ടികൾ രവിവാര പാഠശാല കുറവായിരിക്കും അല്ലേ? കാരണം എന്താ? നമ്മൾ തന്നെ വേറെ ഓരോ ഫംഗ്ഷൻ വീട്ടിൽ വരുമ്പോഴത്തേക്ക് ആദ്യം ഒഴിവാക്കുന്ന ഏതാണ്? പാഠശാലകളാണ്. അപ്പോൾ ദയവ് ചെയ്ത് അങ്ങനെ ചെയ്യും. ഇവരെയൊക്കെ ഒരു 10-17 വയസ്സ് വരെ നമ്മുടെ കയ്യിൽ കിട്ടുള്ളൂ കേട്ടോ, ഉറപ്പാണ്. കാരണം അത് കഴിഞ്ഞാൽ എന്ത് പറ്റും? ഹയർ സ്റ്റഡീസിനൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ അവർ വേറൊരു തലത്തിലേക്ക് ഉയരുവാണ് അല്ലേ? ഇപ്പോൾ ഉദ്ദാലക മഹർഷിയുടെയും ശ്വേതകേതുവിൻ്റെയും കഥ എടുത്താൽ മതി. ഇപ്പോൾ ഉദ്ദാലക മഹർഷി എന്ന് പറയുന്ന മഹർഷി തൻ്റെ പുത്രനായ ശ്വേതകേതുവിനെ 12 വർഷത്തെ ഗുരുകുല വിദ്യാഭ്യാസത്തിനായിട്ട് അയക്കുന്നുണ്ട്. അപ്പോൾ 12 വർഷത്തെ ഗുരുകുല വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് ശ്വേതകേതു വരുന്ന ഒരു വരവുണ്ട്. അപ്പോൾ ആ ശ്വേതകേതുവിൻ്റെ വരവ് കണ്ടപ്പോൾ തന്നെ അച്ഛനായ ഉദ്ദാലക മഹർഷിക്ക് മനസ്സിലായി, ഇവൻ വിദ്യയുടെ കൂടെ എക്സ്ട്രാ ആയിട്ട് ഒരു സംഭവം കൂടി കിട്ടിയിട്ടുണ്ട്. എന്താണ്? അഹങ്കാരം അല്ലേ? ഞാൻ എന്തെല്ലാമൊക്കെയോ
പഠിച്ചു എന്നുള്ള ഭാവത്തിൽ വരുന്ന മകനോട് ഉദ്ദാലക മഹർഷി ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. യാതൊന്നിനെ കുറിച്ച് അറിഞ്ഞാൽ അറിയാത്തതെല്ലാം അറിഞ്ഞതായി തീരുമോ? അതിനെക്കുറിച്ച് വല്ലതും നീ അറിഞ്ഞുവോ മകനെ എന്ന് ചോദിച്ചു. വല്ലതും പിടികിട്ടിയോ? ഇല്ല. ഇത് തന്നെയാണ് ശ്വേതകേതം പറഞ്ഞത്. അത് പഠിപ്പിച്ചപ്പോഴേ ഞാൻ ക്ലാസ്സിൽ ആബ്സെൻ്റ് ആയിരുന്നു എന്ന് പറഞ്ഞു. അല്ലേ, നമ്മൾ അങ്ങനെ പറഞ്ഞു പഠിച്ചിട്ടുണ്ടല്ലോ. എന്തായാലും അറിയാൻ മേലെ എന്ത് പറയും, അത് പഠിപ്പിച്ചപ്പോൾ ഞാൻ സ്കൂളിൽ പോയില്ലായിരുന്നു പറഞ്ഞു. അല്ലേ, അപ്പോൾ ഉദ്ദാലക മഹർഷി പറഞ്ഞു, മോനെ പറഞ്ഞതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, യാതൊന്നിനെ കുറിച്ച് അറിഞ്ഞാൽ അറിയാത്തതെല്ലാം അറിഞ്ഞതായി തീരുമോ എന്ന് വെച്ചാൽ ഈശ്വരനെ കുറിച്ച് നീ വല്ലതും പഠിച്ചുവോ? ഭഗവാനെ കുറിച്ച് നീ വല്ലതും അറിഞ്ഞുവോ? നിന്റെ ഉള്ളിലുള്ള ആത്മതത്വത്തെക്കുറിച്ച് നീ വല്ലതും അറിഞ്ഞുവോ എന്നാ ചോദിച്ചത്. അപ്പം നമ്മൾ ബാക്കി എല്ലാ വിദ്യാഭ്യാസവും നമുക്ക് കിട്ടുന്നുണ്ട്, പക്ഷെ എന്തിനെക്കുറിച്ച് മാത്രം പഠിക്കുന്നില്ല? ഈശ്വരനെ കുറിച്ച്. ഞാൻ ആരാണ്? രമണ മഹർഷിയാണെങ്കിലും ശ്രീരാമകൃഷ്ണ പരമഹംസദേവനാണെങ്കിലും നാരായണ ഗുരുസ്വാമി തൃപ്പാദങ്ങളാണെങ്കിലും നമ്മളോട് പറഞ്ഞു, എന്ത് പറഞ്ഞു? 2 ചോദ്യം അല്ലേ? ഞാൻ ആരാണ്? എന്താ തേടേണ്ടത്? ഞാൻ ആരാണ്. നമ്മൾ ആരെങ്കിലും ചോദിക്കുമോ ഞാൻ ആരാന്ന്? ചോദിക്കാറുണ്ടോ? ഇല്ല. കാണുമ്പോഴേ ചോദിക്കും എവിടുന്നാ വരുന്നത്, എന്താ പേര്, അല്ലേ? രമണ മഹർഷിയും നാരായണ ഗുരുദേവനൂടെ കണ്ട ഒരു സന്ദർഭം പറയാറുണ്ട്. 2 പേരും ഒന്നും സംസാരിച്ചില്ല എന്നാ. കാരണം അവരുടെ ഇടയിൽ സംസാരത്തിൻ്റെ ആവശ്യമില്ലായിരുന്നു. ഒരേ തലത്തിൽ നിൽക്കുന്ന 2 ഋഷിസത്തമന്മാരെ സംബന്ധിച്ച് അവിടെ വാക്കുകൾക്ക് പ്രാധാന്യം ഇല്ല. അതുകൊണ്ടാണ് പിന്നീട് രമണ മഹർഷിയെ ഗുരു സന്ദർശിക്കാൻ പോയത് സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ അവിടെ രമണാശ്രമത്തിലെ ഡയറിയിൽ നാരായണ ഗുരുദേവൻ ഒരു കൃതി എഴുതി വെച്ചതായിട്ട് കാണുന്നുണ്ട്. അതിൽ പറയുന്നത് കോ നാമ ക ദേശ എന്ന് വെച്ചാൽ പേരെന്താണ്, നാമം എന്താണ്, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ അവരുടെ ഇടയിൽ ഉണ്ടായില്ല. നിർവൃതി പഞ്ചകം എന്ന് പറയും. 5 ശ്ലോകങ്ങളേ ഉള്ള ഒരു കൃതിയാണ്. ഒരേ തലത്തിൽ നിൽക്കുന്ന 2 ഋഷിസത്തമന്മാരെ സംബന്ധിച്ച് ചോദ്യോത്തരങ്ങൾക്ക് പ്രസക്തിയില്ല. പക്ഷെ അങ്ങേയറ്റം ബഹുമാനമുള്ള 2 വ്യക്തിത്വങ്ങളായിരുന്നു നാരായണ ഗുരുദേവനും രമണ മഹർഷിയും, അല്ലേ? അപ്പൊ അങ്ങനെയുള്ള ഋഷിസത്തമന്മാരെല്ലാം നമുക്ക് പഠിപ്പിച്ചു തന്ന കാര്യം എന്താണ്? ഞാൻ ആരാണ്, അല്ലേ? അപ്പം ഞാൻ ആരാണെന്നറിയാനുള്ള ചോദ്യത്തിന് ഉത്തരമാണ് ഗുരു പറഞ്ഞത്. നീ ആരാണെന്നറിയണമെങ്കിൽ എന്ത് ചെയ്യണം? കരുവിന് കണ്ണുകളഞ്ചും ഉള്ളടക്കി തെരുതെര വീണ് വണങ്ങി ഓതണം, അല്ലേ? എന്നിട്ട് ഞാൻ ആരാണെന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം അന്വേഷിക്കണമെന്നാ. അപ്പം അങ്ങനെ ഉത്തരം അന്വേഷിച്ച് കണ്ടെത്തിയ ആ ആത്മാനന്ദ അനുഭൂതിയിൽ ആറാടിയ ഗുരു നമ്മളോട് പറഞ്ഞു തന്നതാണ്, പങ്കാരും പറ്റുവാനില്ല ഇരവ് പകലിരുന്നീച്ചയും. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു, ഇവിടെ സച്ചിദാനന്ദമാകുന്ന മലയില് 3 മരുന്നിരിപ്പുണ്ട്. സത്ത്, ചിത്ത്, ആനന്ദമാകുന്ന 3 മരുന്നിരിപ്പുണ്ട്. ഇത് വേറെ ആരും കൊണ്ടുപോകില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ തേടി കണ്ടെത്തണം. എന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഈ മരുന്ന് ഇരിക്കുന്നത്, പുറമേ ആണോ? അല്ല. അപ്പൊ ആനന്ദം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. സത്തായി നിന്നു പരി ചിത്തായി 2 ഒരു മുത്തായി 3 അറിയും. സത്തായി നിന്ന്, സത്യമായി നിന്ന്, ഒരു കാലത്തും മാറ്റമില്ലാതെ, ഇന്നലെയുണ്ട് ഇന്നുമുണ്ട് നാളെ നശിക്കാത്തതായിട്ട് എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ അത് ഭഗവാൻ മാത്രമാണ്. സത്തായി നിന്ന് ദൈവദശകത്തിൽ പറയും, നീ സത്യം, ജ്ഞാനം, ആനന്ദം. നീ സത്യമാണ്, ജ്ഞാനമാണ്, ആനന്ദമാണ്. നീ സത്യമാണെന്നുള്ള ജ്ഞാനം ഉണ്ടായാൽ തന്നെ നമുക്ക് എന്തുണ്ടാകും? ആനന്ദമുണ്ടാകും. അപ്പൊ ആനന്ദത്തിന് ഔഷധം തേടി പുറമേ നടന്നാൽ കിട്ടില്ല, അല്ലേ? അത് പഠിപ്പിച്ചു തന്ന ഗുരു ജ്ഞാനസ്വരൂപനായി നിന്നുകൊണ്ട് തൻ്റെ ജ്ഞാനലീലകളെ അനാവരണം ചെയ്യുന്ന കൃതികളിലൂടെ, ഗുരുവിൻ്റെ ദർശനത്തിലൂടെ, ഗുരുവിൻ്റെ സൂക്തികളിലൂടെ, ഗുരുവിൻ്റെ ക്ഷേത്രപ്രതിഷ്ഠകളിലൂടെ പറഞ്ഞു തന്നല്ലോ, 2ആയിട്ട് കാണണ്ട. ശിവലിംഗത്തെ നിനക്ക് ആരായിട്ട് കാണാം? സുബ്രഹ്മണ്യനായിട്ട് കണ്ടോളൂ. കാരണം ഏറ്റവും വലിയ സുബ്രഹ്മണ്യ ഭക്തയായിരുന്ന ഔവയാർ എന്ന് പറയുന്ന ഒരു കവയത്രിയുണ്ട്. ഈ ഔവയാർ
ഒരിക്കല് ദാഹിച്ച് വലഞ്ഞ് ഇങ്ങനെ നടന്നു വരുന്ന വഴിയിൽ ഒരു മരം കാണും, ഒരു ഞാവൽ മരം കാണും. ആ ഞാവൽ മരത്തിൽ ഒരു ചെറിയ കുട്ടി ഇരുന്നുകൊണ്ട് ഞാവൽപ്പഴം കഴിക്കുകയാണ്. ആ കുട്ടി ആരാണെന്ന് മനസ്സിലായോ? മുരുകനായിരുന്നു ആ കുട്ടി. അപ്പം ഞാവൽപ്പഴം കഴിക്കുമ്പോൾ അവയാറ് വന്നിട്ട് അവയാറിനോട് കുട്ടി ചോദിച്ചു, അമ്മയ്ക്ക് വിശപ്പുണ്ടോ, ദാഹമുണ്ടോ, പഴങ്ങൾ വേണോന്ന് ചോദിക്കും. ഇപ്പം പറയും കിട്ടിയാൽ കൊള്ളാം. അപ്പം അടുത്ത ചോദ്യമാണ്, ചൂടുള്ള പഴം വേണോ തണുത്ത പഴം വേണോ? അപ്പം നമ്മൾ എന്തോർത്ത് കാണും? കളിയാക്കാൻ ചോദിച്ചാൽ അല്ലേ, ചൂടുള്ള പഴം ഇല്ലല്ലോ, ചൂടുള്ള പഴം വേണോ തണുത്ത പഴം വേണോ? അപ്പം അമ്മ ഒരു തമാശയ്ക്ക് പറയും ചൂടുള്ള പഴം മതി എന്ന് പറയും. അപ്പം ഈ കുട്ടി മരം പിടിച്ച് കുലുക്കുമ്പോൾ പഴങ്ങൾ വീഴും. സ്വാഭാവികമായിട്ടും പഴം താഴെ വീണാൽ അതിൽ എന്ത് പറ്റി പിടിക്കും? മണ്ണ് പറ്റും അല്ലേ? അപ്പോൾ അമ്മ ഇങ്ങനെ ഊതി ഊതി ഈ പഴം എടുത്തിട്ട് എന്ത് ചെയ്യും? ഊതി ഊതി കഴിക്കും. അപ്പൊ ചോദിക്കുന്നുണ്ട്, നല്ല ചൂടുള്ള പഴമാണല്ലേ. അപ്പൊ അതിന്റെ തത്വം എന്താണെന്ന് വെച്ചാൽ ഈ ഭൂമിയിലേക്ക് വരുന്ന എല്ലാം മണ്ണെന്ന് പറയുന്ന ഒരു ബന്ധമായിട്ടാണ്, പ്രപഞ്ചം എന്ന ബന്ധത്തിലാണ് നമ്മളെല്ലാവരും ഇങ്ങോട്ട് വന്നത്. അപ്പൊ പിന്നെ അമ്മേനെ പരീക്ഷിക്കാനായിട്ട് കുറെ ചോദ്യം ചോദിക്കുക. അമ്മ, ഈ ലോകത്തില് ഏറ്റവും വലുതെന്താ? അപ്പൊ നമ്മളോട് ചോദിക്കുക ഏറ്റവും വലുതെന്താന്ന് ചോദിച്ചാൽ നമുക്ക് ഒറ്റ ഉത്തരവേ ഉള്ളൂ, ലോകം തന്നെയാണ് അല്ലേ, ലോകം തന്നെയാണ് ഏറ്റവും വലുത്. അപ്പൊ പറയുക, അങ്ങനെ ലോകം വലുതാണെങ്കിൽ ലോകത്തെ സൃഷ്ടിച്ച ബ്രഹ്മാവല്ലേ അതിലും വലുത്? അപ്പൊ പറയാ, അതെങ്ങനെയാ ബ്രഹ്മാവ് വലുതാകുന്നത്? ബ്രഹ്മാവ് വന്നിരിക്കുന്ന എവിടുന്നാ? വിഷ്ണുവിന്റെ നാഭി കമലത്തിൽ നിന്നല്ലേ ബ്രഹ്മാവ് വന്നത്. അപ്പൊ ബ്രഹ്മാവാണോ വലുത്? ബ്രഹ്മാവിനേക്കാൾ വലുതാരാണ്? വിഷ്ണുവാണ്. അപ്പൊ വിഷ്ണു ആണല്ലേ വലുത്? അപ്പൊ അടുത്ത മറുപടി, വിഷ്ണു അല്ല. കാരണം വിഷ്ണു ഇവിടെ പാലാഴിയില് സമുദ്രത്തിലാണ് കിടക്കുന്നത്. അപ്പൊ സമുദ്രമാണോ വലുത്? സമുദ്രമല്ല വലുത്. സമുദ്രത്തെ മുഴുവൻ കുടിച്ച് വറ്റിച്ച് തീർത്ത ഒരു മുനിയുണ്ട്, അഗസ്ത്യ മുനി. അപ്പൊ സമുദ്രത്തെക്കാൾ വലുതാരാണ്? അഗസ്ത്യ മുനി. അഗസ്ത്യ മുനിയാണോ ഏറ്റവും വലുത്? അപ്പൊ പറയും, മുരുകൻ പറയാം, അല്ലാന്നേ, അഗസ്ത്യ മുനിയെ നിർമ്മിച്ചിരിക്കുന്നത് മണ്ണ് കൊണ്ടാണ്. കുംഭോദ്ഭൂതി എന്നാണ് അഗസ്ത്യ മുനിയെ പറയുന്നത്. കുംഭത്തിൽ നിന്ന്, കുടത്തിൽ നിന്ന് മണ്ണ് കൊണ്ട് സൃഷ്ടിച്ചതാണ്. അപ്പം മണ്ണ് അല്ലെ, ഭൂമി ഏറ്റവും വലുതല്ലേ? ഇപ്പൊ പറയാ, ഭൂമിയല്ല, ഭൂമിയെ താങ്ങി നിർത്തുന്നത് അനന്തനല്ലേ. അപ്പൊ അനന്തനാണോ വലുത്? അനന്തനും അല്ല വലുത്. അനന്തൻ എന്ന് പറയുന്നത് പാർവതീ ദേവിയുടെ മോതിര വിരലിൽ ഒരു മോതിരം മാത്രം അനന്തൻ. അപ്പൊ പാർവതീ ദേവിയാ വലുതല്ലേ? അല്ല, പാർവതീ ദേവി വലുതാവണമെങ്കിൽ കൂടെ ആര് വേണം? ശിവൻ ഉണ്ടല്ലേ ഉള്ളൂ പാർവതീ ദേവി വലിയ ആളാവുള്ളൂ. അപ്പൊ ഗുരു പറയത്തില്ലേ, ഉമയോടു കൂടിയടുത്തു വന്നു വേഗം മമമതി മോഹമറുത്ത് മെയ് കൊടുത്ത് യമനുടെ കൈയിലകപ്പെടാതെ എന്നും സമനില തന്നു തളർച്ച തീർത്തിടേണം. ഇപ്പൊ പാർവതീദേവിയാകുന്ന ശക്തി അല്ലെ ബ്രഹ്മമാകുന്ന ശിവൻ രണ്ടുപേരും പൂർണ്ണരാകണമെങ്കിൽ എന്ത് വേണം? രണ്ടുപേരും ചേർന്ന് വരണം. അപ്പൊ ചോദിച്ചു, അപ്പൊ പാർവതീദേവി പൂർണ്ണയാവണമെങ്കിൽ അല്ലെ ശിവൻ പൂർണ്ണനാകണമെങ്കിൽ കൂടെ ആര് വേണം? ശിവൻ പൂർണ്ണമാണെങ്കിൽ ദേവി വേണം, ദേവി പൂർണ്ണയാകണമെങ്കിൽ ശിവൻ വേണം. അപ്പോൾ പറഞ്ഞു, അങ്ങനെയുള്ള ഭഗവാനും ഭഗവതിയും ഒക്കെ ഉണ്ടല്ലോ, ആണോ ഈ ലോകത്തിലെ ഏറ്റവും വലുതെന്ന് ചോദിച്ചാൽ ഇവര് വസിക്കുന്നത് എവിടാന്നറിയുവോ? എവിടെയാണ്? ഭക്തന്റെ ഹൃദയത്തിലാണ്. അപ്പൊ ഈ ലോകത്തിലെ ഏറ്റവും വലുതാരാണെന്ന് ചോദിച്ചാൽ ഭക്തനാണ്. ഭഗവാനെ ഹൃദയത്തിലേറ്റിയ ഭക്തനാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ആളെന്നൊരു തത്വം ഔവയാറും മുരുകനും തമ്മിലുള്ള സംഭാഷണത്തിലൂടെ നമ്മളെ പഠിപ്പിച്ചു തരുവാണ്. അപ്പൊ ഈ ലോകത്തിലെ ഏറ്റവും വലിയത് ആരാണ്? നമ്മൾ തന്നെയാണ്. നമ്മളൊക്കെ ആരാണ്? ഭക്തന്മാരല്ലേ. ആരുടെ ഭക്തനാണ്? ഗുരുവിന്റെ ഭക്തരാണോ? ആണോ അല്ലയോ? ഗുരുവിന്റെ ഭക്തരാണല്ലേ. അപ്പൊ ഗുരുവിന്റെ ഭക്തര് എന്ന് ഗുരുവിനോട് പ്രാർത്ഥിക്കേണ്ടത് എന്താണ്? എൻ പാപമേവതിനോരമ്പായിടുന്നറിവ് നിൻ പാദതാരിലെഴുമെൻ നൻപാണു മൗർവിയൊരിരമ്പാം മനം ധനു അഹംഭാവിയാണു വിജയീ അമ്പ തരുന്നു വിജയം പാപ പങ്കിലമാ
കുമതിനാൽ വൻഭാരമാർന്ന തനുവും ഭാനമാം ഉലകവും ഭാനമാകും അഖിലം. ഒറ്റ പ്രാർത്ഥനയാണ് ചെന്ന് ചെല്ലേണ്ടത്. എന്ത് ചെല്ലണം? എൻ പാപമെയ്വതിന് ഒരമ്പായിടുന്ന് അറിവ്. എൻ്റെ പാപത്തെ, പാപം എന്ന് പറഞ്ഞാൽ ചെയ്യാൻ പാടില്ലാത്തത് എന്നുള്ള അർത്ഥത്തിൽ എടുക്കരുത്. പാപം എന്ന് പറഞ്ഞാൽ അറിവില്ലായ്മ, അജ്ഞത. ഇത് മാറ്റിത്തരാൻ ആരെക്കൊണ്ടേ പറ്റുള്ളൂ? അതുകൊണ്ടാണ് നമ്മളിവിടെ പറഞ്ഞ ജ്ഞാനസ്വരൂപനായ പരമ്പൊരുളെന്ന്. നമ്മുടെ ഉള്ളിലുള്ള അജ്ഞതയെ, അറിവില്ലായ്മയെ, അന്ധകാരത്തെ മാറ്റിത്തരാൻ ഒരു ഗുരുവിന് മാത്രമേ സാധിക്കൂ. അപ്പൊ നമ്മൾ പറയത്തില്ല, അജ്ഞാന തിമിരാന്തസ്യ ജ്ഞാനാഞ്ജന ശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. എൻ്റെ അജ്ഞാനമാകുന്ന, എൻ്റെ കണ്ണിന് വലിയൊരു തിമിരം ബാധിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ തിമിരം ബാധിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? പോയി ഓപ്പറേഷൻ ചെയ്യും അല്ലേ? അപ്പൊ ആ തിമിരത്തെ, ഇവിടെ അജ്ഞതയാകുന്ന തിമിരത്തെ മാറ്റാൻ ഒരു അഞ്ജനശലാക, കണ്ണെഴുതുന്ന കോല്, അഞ്ജനം കൊണ്ട് കണ്ണെഴുതുമല്ലോ നമ്മൾ, അതിനുള്ളൊരു കോല് ഗുരു തന്നിരിക്കുകയാണ്. അപ്പൊ അഞ്ജനശലാക കൊണ്ട് കണ്ണെഴുതിച്ച് കണ്ണിലെ തിമിരം മാറ്റുന്ന ആളിനെ എന്ത് വിളിക്കാം? ഗുരു എന്ന് പറയാം അല്ലേ? അപ്പൊ ഗുരു ആരാണ്? നമുക്ക് അജ്ഞത മാറ്റുന്ന ആളാണ്, അറിവില്ലായ്മ മാറ്റുന്ന ആളാണ്. അപ്പം നമ്മൾ ചെന്ന് പ്രാർത്ഥിക്കേണ്ടത് എന്താ? ഗുരുവിനോടാണെങ്കിലും ശാരദാമ്മയോടാണെങ്കിലും ചെന്ന് പ്രാർത്ഥിക്കേണ്ടത് ഒറ്റ കാര്യമാണ്, എൻ്റെ പാപത്തെ, എൻ്റെ അറിവില്ലായ്മയെ, എൻ്റെ അജ്ഞതയെ എനിക്ക് എയ്ത് നശിപ്പിക്കണം കേട്ടോ. അതിനൊരു അമ്പ് എൻ്റെ കയ്യിലോട്ട് തന്നു ഗുരു. ആ അമ്പിൻ്റെ പേരാണ് അറിവ്. അപ്പൊ അറിവില്ലായ്മയാകുന്ന അജ്ഞതയെ എയ്ത് നശിപ്പിക്കണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ കയ്യിൽ അറിവാകുന്ന അമ്പ് വേണം അല്ലേ? അപ്പൊ അറിവാകുന്ന അമ്പ് കൊണ്ട് എൻ്റെ അറിവില്ലായ്മ എയ്ത് നശിപ്പിക്കുമ്പോൾ എൻ പാപമെയ്വതിനൊരമ്പായിടുന്നറിവ് നിൻ പാദതാരിലെഴുമെന്നൻപാണുമൗർവി. ഒരു ഞാൻ വേണ്ടേ? ആ ഞാൻ എന്താ? നിന്റെ പാദധാരണയിലുള്ള എൻ്റെ അചഞ്ചലമാകുന്ന ഭക്തി. എന്ന് വെച്ചാൽ എന്തൊക്കെ വന്നാലും ആരെ സമാശ്രയിക്കും? ഗുരുവിനെ സമാശ്രയിക്കും, ശാരദാമ്മയെ സമാശ്രയിക്കും അല്ലേ? അപ്പൊ എൻ പാപമെയ്വതിനൊരമ്പായിടുന്നറിവ് നിൻ പാദതാരിലെഴും. ഇളകാത്ത ഭക്തിയായിരിക്കണം. നമ്മുടെ ഭക്തി ഇളകുന്നതാണോ ഇളകാത്തതാണോ എന്നറിയില്ല അല്ലേ? പ്രശ്നങ്ങൾ വരുമ്പോൾ, വിഷമങ്ങൾ വരുമ്പോഴൊക്കെ നമ്മുടെ ഭക്തി കുറച്ചൊക്കെ ഇളകിപ്പോകും അല്ലേ? അപ്പം നമ്മൾ പറയും, ഭഗവാനെ എന്നാലും എന്നെ കൈവിട്ടോ, എന്നെ മറന്നോ എന്നൊക്കെ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും തോന്നാറുണ്ട്. കാരണം പ്രകൃതി പിടിച്ച് ചുഴറ്റിടും പ്രകാരം സുഹൃതികൾ പോലും അഹോ ചുഴന്നിടുന്നു എന്ന് പറയും. എത്രയൊക്കെ പറഞ്ഞാലും ചില സന്ദർഭങ്ങളിൽ ഈ മായ നമ്മളെ അങ്ങ് പിടികൂടും. മായയുടെ സ്വഭാവം തന്നെ എന്താ? ഇല്ലാതെ മായയിടുമുല്ലാസമൊന്നു അറിവല്ലാതെ ഇല്ല നീലനും. ഇല്ലാത്തതിനെയൊക്കെ ഉണ്ടാക്കി കാണിക്കുന്ന ആളിൻ്റെ പേരാണ് മായ അല്ലേ? നമ്മളോട് പലതും ചെയ്തോ എന്ന് പറഞ്ഞിട്ട് നമ്മളെ അങ്ങ് പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ ആളിനെ എന്ത് വിളിച്ചോളൂ? ഇവിടെ മായമാര് വല്ലതും ഇരിപ്പുണ്ടല്ലേ? എനിക്ക് തോന്നി നിങ്ങളുടെ എക്സ്പ്രഷൻ കണ്ടപ്പോൾ. ആ മായയല്ല, നമ്മളിങ്ങോട്ട് വന്നപ്പോൾ തന്നെ പറഞ്ഞില്ല, ഗർഭപാത്രത്തിൽ നിന്ന് ആ പ്രസവ വേദനയോടുകൂടി പുറത്തേക്ക് വന്ന സമയത്ത് നമ്മളെ പിടിച്ച ആളാണ് മായ. അതുകൊണ്ടാ പറഞ്ഞ, നീയല്ലോ മായയും മായാവിയും മായാവിനോദനും. ലാസ്റ്റ് നമുക്ക് രക്ഷപ്പെടാൻ ഒരു വഴിയും കൂടെ കാണിച്ചു തന്നു. നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകുന്ന ആരവ. മായ നീയാണ്, മായാവി നീയാണ്, മായയുണ്ടാക്കി കാണിക്കുന്ന മായാവിനോദനം നീയാണെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഉള്ള സായുജ്യത്തെ ഉള്ള വഴികൾ കാണിച്ചു തരുന്നത് ആര് തന്നെയാണ്? നീ തന്നെയാണെന്ന് ഭഗവാൻ നമ്മളെ പഠിപ്പിച്ചു. അതുകൊണ്ട് ഇവിടെ ഉത്സവവേദിയിൽ കൊടിയേറ്റ് നടക്കാനുള്ള സമയമായി. ഈ കൊടിയേറ്റ് ഇവിടെ നടക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലും
ഭഗവാന്റെ ഒരു കൊടിയേറ്റ് നടക്കണം. എന്നിട്ട് നിങ്ങൾ ഏത് ലെവലിലേക്ക് ഉയരണോന്നറിയാവോ? തിങ്കളും കൊന്നയും ചൂടുമേശൻ പദ പങ്കജം ചേർന്നു നിന്നാടു പാമ്പേ, വെണ്ണീറണിഞ്ഞു വിളങ്ങും തിരുമേനി കണ്ണീരൊഴുക കണ്ടാടു പാമ്പേ. വെണ്ണീറൊഴുകി വെണ്ണീറണിഞ്ഞ് വിളങ്ങുന്ന ഭഗവാന്റെ തിരുമേനിയെ കണ്ണീരൊഴുക കണ്ട് മനസ്സാകുന്ന പാമ്പേ, നീ അതിലേക്ക്. കാരണം ആൾക്കാർക്കെല്ലാം കൂത്ത് കാണാൻ ഇഷ്ടം അല്ലേ? അതുകൊണ്ടല്ല ഇപ്പൊ നമ്മുടെ പരിപാടികളിൽ പ്രധാനമായിട്ട് എന്താണ് എന്ന് വെച്ചാൽ നമുക്ക് 2 തരത്തിലും ജീവിക്കണം. ആത്മീയതയും വേണം, ഭൗതികതയും വേണം. അതുകൊണ്ട് പറയും ശ്രേയസ്സു നൽകണേ നാരായണ, പ്രേയസ്സു മേഘണേ നാരായണ. അപ്പൊ ഈ ഉത്സവത്തോടനുബന്ധിച്ച് നിങ്ങൾക്ക് 2 കാര്യങ്ങൾ നേടണം. എന്തൊക്കെയാണ്? ശ്രേയസ്സം വേണം, പ്രേയസ്സം വേണം. അതിലേക്ക് വഴി തുറന്നു തന്ന നാരായണ ഗുരുദേവന്റെ ദർശനത്തെയും ഗുരുവിന്റെ കൃതികളെയും ജ്ഞാനസ്വരൂപനായിരിക്കുന്ന ഭഗവാന്റെ 64 അമൃതകുംഭത്തിൽ നിന്ന് കുറച്ച് ഒരു തരി എങ്കിലും എടുത്ത് സേവിക്കാനുള്ളൊരു നല്ല മനസ്ഥിതിയും ഈ ശാഖയിലെ എല്ലാ അംഗങ്ങൾക്കും ഉണ്ടാവട്ടെ. നിങ്ങളുടെ സന്തതി പരമ്പരയ്ക്ക് എല്ലാ തരത്തിലുള്ള ശ്രേയസ്സും പ്രേയസ്സും ഭഗവാൻ നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഇത്രയും നേരം ശ്രദ്ധയോടെ ഇത് കേട്ടിരുന്ന എല്ലാ സുഹൃത്തുക്കളുടെയും പാദത്തിൽ നമസ്കരിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള ഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ പറഞ്ഞ വാക്കുകളെ അത്രയും ഗുരുവിൻ്റെ പാതാരവിന്ദങ്ങളിലേക്ക് തിരിച്ചേൽപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.